ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 മാർച്ച് മാസം 23-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 80-ാമത്തെ ക്ലാസ്സിലേക്ക് ക്രിസ്തുയേശുവിൻ്റെ ധന്യ നാമത്തിൽ ഏവരെയും വന്ദനം ചൊല്ലുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ 79 ക്ലാസ് വരെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യമുണ്ടായിരുന്നു. 80-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത് മേലാൽ സംഭവിപ്പാനുള്ള വിഷയങ്ങളുള്ള ബന്ധത്തിൽ ആണ് നാം ഇപ്പോൾ ഈ 3-ാം ഭാഗത്ത് വെളിപ്പാട് പുസ്തക പഠനത്തിൽ ചിന്തിക്കുന്നത്. ഇതുവരെ നമ്മൾ ചിന്തിച്ചത് കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയും ദൈവസഭ എടുക്കപ്പെടലും എന്നുള്ള വിഷയമാണ്. ഭാവികാല സംഭവങ്ങളിലെ പ്രധാന സംഭവം. അതിനുശേഷമായ സഭയുടെ ഉൾപ്രാവാണ് അന്തരസ്ഥാന സംഭവങ്ങൾ. ദൈവസഭ സ്വർഗാസുഖത്തിൽ എത്തിച്ചേർന്നാൽ പിന്നെ എവിടെ എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു. സാത്താനിക മഹോദ്രവവും അതോടൊപ്പം നടക്കുന്ന എതിർക്രിസ്തുവിൻ്റെ ഭരണം എന്നീ വിഷയങ്ങളാണ് നാം മേലാൽ സംഭവിപ്പാൾ വിഷയത്തോട് നമ്മൾ ചിന്തിച്ചത്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് 5-ാമത്തെ സംഭവമായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും ലോകാവസാനവുമാകും. വെളിപ്പാട് പുസ്തക പഠനത്തിൽ യോഹന്നാൻ കണ്ടതെന്നുള്ളത് കഴിഞ്ഞുപോയ സംഭവങ്ങളെ കുറിച്ചും ഗലീല മുതൽ പത്മോസ് വരെ എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. 2-ാമത്തെ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത് 7 ദൈവസഭകളാണ്. 7 പുന്നൽവാക്കുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. അതേ തുടർന്നാണ് 3-ാം ഭാഗത്ത് ഭാവി കാല സംഭവങ്ങളുടെ ബന്ധത്തിൽ 8 സംഭവങ്ങളാണുള്ളത്. അതിൽ ദൈവത്തിൻ്റെ കൃപയാൽ 4 സംഭവങ്ങളെക്കുറിച്ച് പഠിപ്പാനുള്ള കൃപ നമുക്ക് ദൈവം തന്നു. അതിലേറ്റവും സങ്കീർണമായിരിക്കുന്ന മൃഗത്തായ ഒരു പഠനഭാഗമായിരുന്നു എതിർക്രിസ്തുവിൻ്റെ ഭരണം എന്നുള്ളത്. എതിർക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ച് ആണ് വെളിപ്പാട് പുസ്തകത്തിൽ ഏറ്റവും അധികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ മുതൽ ഏകദേശം 20-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങൾ എതിർക്രിസ്തുവിൻ്റെ ബന്ധത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ എതിർക്രിസ്തുവിൻ്റെ ഭരണം അവസാനിക്കുന്നത് കർത്താവിൻ്റെ സേനാ ദിവസത്തിൻ്റെ ആരംഭത്തെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാസുഖത്തിൽ സിയോൻ മലയിൽ അഥവാ സിയോൻ സ്വർഗീയ യെരൂശലേമിൽ താൻ രാജാവായി രാജ്യത്വം ഏറ്റെടുക്കുന്നതോടെയാണ് ഭൂമിയിലെ എതിർക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ അവസാനമുണ്ടാകുന്നത്. അതിനുശേഷം കർത്താവിൻ്റെ വരെയുള്ള ഏകദേശം 45 ദിവസത്തിനും അതുപോലെ 75 ദിവസത്തിനുമിടയിൽ കർത്താവ് 2-ാമത് പ്രത്യക്ഷമാകും. അതേക്കുറിച്ചുള്ള സംഭവങ്ങളാണ് തുടർന്ന് ഭൂമിയിൽ സംഭവിക്കുന്നത്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കങ്ങൾ സ്വർഗാസുഖത്തിൽ സംഭവിക്കുമ്പോൾ കർമ്മബോധത്തോടുള്ള ബന്ധത്തിലുള്ള വലിയ സന്നാഹങ്ങളാണ് ഭൂമിയിൽ നടക്കുന്നത് എന്നുള്ളതാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയത്തിൻ്റെ ഒരു ഏകദേശമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയുള്ള ബന്ധത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1-2 വിഷയങ്ങൾ വേണമെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കാര്യമായി അതിനെ പഠിക്കുന്നവർക്ക് അത് ശരിയാണോ, അങ്ങനെയാണെങ്കിൽ എന്താകുന്നു എന്നുള്ള ചില സംശയങ്ങൾ ഉയരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരം 2 സന്ദർഭങ്ങളിലുള്ള ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സംശയങ്ങളെ ദൂരീകരിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിൽ ഒന്നാമത്തത് നമ്മൾ ഈ കർത്താവിൽ ഇന്നു മുതൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ അത് എത്ര ദിവസമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഏകദേശമായൊരു ചിന്ത ഉണ്ടായിരിക്കണം. ഞാൻ അതേക്കുറിച്ച് ഒന്നുകൂടി വിശകലനം ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ, കാരണം ഈ രക്തസാക്ഷിത്വം വരിക്കുന്ന അന്ന് തലചേദിക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ എല്ലാവരുടെയും ആത്മാക്കൾ പ്രവേശിക്കപ്പെടുന്നത് ഭൂമിക്ക് കീഴിലേക്കാകുന്നു. അവരുടെ പുനരുത്ഥാനം 1-ാമത്തെ പുനരുത്ഥാനമാകുന്നു. എന്നാൽ നമ്മൾ പ്രതികാര ദിവസത്തിൻ്റെ അവസാനത്തോടു കൂടി ഇസ്രായേലിൽ നിന്ന് രക്തസാക്ഷിത്വം വരിക്കാനുള്ള 144,000 പേര് രക്തസാക്ഷിത്വം വരിക്കുന്നതിനെക്കുറിച്ചും എന്നാൽ സഭയുടെ രക്തസാക്ഷികളാകേണ്ട കന്യകമാരുടെ എണ്ണം തികയപ്പെടുന്നില്ല. അതുകൊണ്ട് ചില ദിവസങ്ങൾ കൂടി അത് മുമ്പോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതുമാണ് നമ്മൾ ചിന്തിച്ചത്. അത് ശരി തന്നെയാണ്. അതല്ലാതെ ഇപ്പോൾ കർത്താവിൽ മരിക്കുന്ന എന്നവയെക്കുറിച്ചല്ല. ഇപ്പോൾ കർത്താവിൽ മരിക്കുന്ന വിശുദ്ധന്മാർ വ്യത്യസ്തമാണ്. അതേക്കുറിച്ച് 28-ാം തീയതി നമ്മൾ പഠിച്ചിരുന്നു. നിന്റെ മൃതന്മാർ
ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും എന്നുള്ള ഭാഗത്തു നിന്ന് രണ്ട് കൂട്ടരെ കുറിച്ചാണെന്നുള്ളത് നമ്മൾ ആധികാരികമായി ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പ്രബലമായി സാധാരണ രീതിയിൽ എല്ലാവരും എടുത്ത് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പലരും മറന്നു പോകുന്നത് ഭാവി കാലത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ നടക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല. ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളൊന്നും തന്നെ ഹർമോദൻ യുദ്ധമല്ല. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ യുദ്ധം ഒന്നും ഹർമോദൻ യുദ്ധമല്ല. ഇതൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തുന്ന യുദ്ധങ്ങളല്ല. പക്ഷേ ഇതിനൊക്കെ ചിലര് അതിന് പപ്പും തൂവലൊക്കെ കൊടുത്ത് അതിനെ വലിയ കാര്യമായി ചിത്രീകരിച്ച് ഹർമോദൻ യുദ്ധമാണെന്നൊക്കും അവസാന യുദ്ധമാണ്, ഇപ്പോൾ ഇസ്രായേൽ തീർന്നു പോകും, അല്ലെങ്കിൽ ഇസ്രായേൽ പരാജയപ്പെടുന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സഭ പരിശുദ്ധ ഭൂമിയിലുള്ളിടത്തോളം കാലം ഹർമോദൻ യുദ്ധം നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ആണ് വളരെ വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നത്. ഇനി മറ്റുള്ളവർക്ക് ആർക്കും ഇതിനെ പഠിപ്പിക്കാം, അതിനുള്ള സാവകാശം ഉള്ളത്. പക്ഷേ വചനത്തിൽ അറിയാവുന്നവരും പഠിക്കുന്നവരും മനസ്സിലാക്കേണ്ടത് വേഗത്തിൽ ഇളകിപ്പോകും, ഞെട്ടിപ്പോകത്തിൻ്റെ കാരണം ദൈവസഭ പരിശുദ്ധ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ ഹർമോദൻ യുദ്ധം നടക്കത്തില്ല. ഹർമോദൻ യുദ്ധം ഇങ്ങനെയല്ല നടക്കുന്നതും. അത് നടക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഏറ്റുമുട്ടലാണത്. അപ്പം മനുഷ്യരാകുന്ന എതിർ ക്രിസ്തുവും ദൈവമെന്ന് പറയുന്ന എതിർ ക്രിസ്തുവും അവൻ സങ്കല്പിച്ച് അവൻ ദൈവമാകുന്നു. യഥാർത്ഥ ദൈവമാകുന്ന ക്രിസ്തു യേശുവും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധമാണ് ഹർമോദൻ യുദ്ധം. അതല്ല ഇപ്പോൾ നടക്കുന്ന യുദ്ധം എന്നുള്ളത് മനസ്സിലാകും. തുടർന്ന് നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഞാനത് പറഞ്ഞു പോകുന്നത് ഈ സേനാ ദിവസത്തിന്റെ പ്രാരംഭത്തിൽ നടക്കുന്ന പുനരുത്ഥാനം വരെ ആണ് ഒന്നാമത്തെ പുനരുത്ഥാനമുള്ളത്. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചു ഇതിൻ്റെ അകത്ത് ഈ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്നുള്ളത് ദൈവസഭയുടെ കന്യകമാരുടെ പദവി, അഥവാ സഹോദരന്മാരുടെ പദവിയുള്ള കന്യകമാരുടെ നിലവാരത്തിലുള്ളവര് അവരുടെ എണ്ണം തികയപ്പെടുന്നില്ല എന്നുള്ളതും അവരെ വെളിപ്പെടുത്താനാണ് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ ഈ പ്രതികാര ദിവസത്തിന് അവസാനത്തോടു കൂടി 144,000 എണ്ണം തികയപ്പെട്ടെങ്കിൽ, അതായത് യേശായുടെ പ്രകാരം പറഞ്ഞിരിക്കുന്ന എൻ്റെ ശവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനുള്ള ബന്ധത്തിലുള്ള ആൾക്കാർ 144,000 അപ്പൊ അവരുടെ പുനരുത്ഥാനവും ഈ കർത്താവിൻ്റെ മൃതന്മാരായിരിക്കുന്ന ദൈവസഭയുടെ രക്തസാക്ഷിയുടെ പുനരുത്ഥാനവും വലിയ പുരുഷാരത്തിന്റെ പുനരുത്ഥാനവും ഒന്നിച്ചാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരെ രണ്ട് സാക്ഷികളെ കൊന്നിടുന്നത് യെരുശലേമിലാകണം. അപ്പോൾ അവിടെ ഡെഡ് ബോഡി 3 ദിവസം അവിടെ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ 3 ദിവസം ഈ ഡെഡ് ബോഡി അവിടെ അടക്കം ചെയ്യാതെ അവിടെ ഇട്ടിരിക്കാൻ കാരണം? അപ്പോൾ എന്തുകൊണ്ട് പുനരുത്ഥാനം അല്ലെങ്കിൽ സ്വർഗ്ഗാരോഹണം നടക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം അതിന് നേതൃത്വം കൊടുക്കുന്നവരെ യെരുശലേമിന്റെ വീതിയിൽ അവരെ കൊന്നിടുമ്പോൾ ലോകം മുഴുവൻ കാണും. പക്ഷേ ഈ സമയത്ത് ഇസ്രായേലിൽ നിന്നുള്ള 144,000 അത് പൂർത്തീകരിക്കപ്പെട്ടു. എന്നാൽ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നവരെ ആഗോളപരമായിട്ട് അന്ന് കൊന്നുമുടിക്കുന്ന ഒരു വലിയ ചില മണിക്കൂറുകളാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന അവർ മരിച്ചു കഴിയുമ്പോൾ പിന്നീട് ലോകത്തിൽ എവിടെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യമുണ്ടോ അവരെ 3.5 ദിവസം കൊണ്ട് വലിയൊരു കൂട്ടത്തെ അന്ന് കൊന്നുകളയും. ആ സമയത്തെയാണ് ഈ ഇന്നു മുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവസഭയുടെ പുതിയ നിയമത്തിലെ സഭയുടെ കന്യകമാരുടെ രക്തസാക്ഷികളാകുന്നവരുടെ എണ്ണം തികയപ്പെടാനുണ്ട്. അവരുടെ എണ്ണം തികയപ്പെടുന്നത് വരെ ഉള്ള 3.5 ദിവസമാണ് ഇവിടെ ഡെഡ് ബോഡികൾ യെരുശലേമിന്റെ വീതിയിൽ കിടക്കുന്നത്. ആ സമയത്ത് നിരവധി അനേകരെ കൊന്നുകളയും. കാരണം അതൊരു അത്യധികമായ ജയമായിട്ട് അവർ കണക്കാക്കി സകല സുവിശേഷത്തിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന സാക്ഷികളായിട്ടുള്ളവരെ മുഴുവനും കൊന്നുകളയുന്നതാണ് എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനത്തിന്റെ പ്രക്രിയ. അവൻ തുടങ്ങുന്നത് ഇതിന് സാക്ഷ്യം വഹിക്കുന്നവരെ കൊന്നുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ അത് അവൻ്റെ ഭരണം അവസാനിക്കുന്നത് അവൻ ജയിക്കുന്നവനായി നിൽക്കുന്നത്, അവൻ ഏത് വിഷയമാണോ ഏറ്റെടുത്തത് പൂർത്തീകരിച്ച് അവൻ സന്തോഷിക്കുന്ന ഒരു ദിവസത്തിലേക്കാണ് ഈ എതിർക്രിസ്തു ഭരണം എത്തിച്ചേരുന്നത്. എന്നാൽ അവൻ ഇരുണ്ടു പോകുന്നു, അവൻ്റെ കാഴ്ച മങ്ങിപ്പോകുന്നു എന്നുള്ളത് നാം ഇതിനോടകം നാം ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് പ്രതികാര ദിവസത്തിൽ അവൻ തന്നെ ചുമന്നുകൊണ്ട് നിൽക്കുന്ന
മർമ്മം മകതിയും ബാബിലോണിനെ അവൻ തന്നെ ന്യായം വിധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നപ്പോൾ ഈ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് 3.5 ദിവസത്തിൽ പുതിയ നിയമസഭയുടെ കന്യകമാരുടെ നിലവാരത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്ന അവരുടെ എണ്ണം തികയപ്പെടുവാൻ വേണ്ടിയുള്ളതാണ് 3.5 ദിവസം. അപ്പോൾ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന സമയപരിധി എന്നുള്ളത് കേവലം 3.5 ദിവസമാണ്. 3.5 ദിവസം കഴിയുമ്പോൾ ഇവരുടെ എണ്ണം കൂടി തികയപ്പെടും. അതിന് ശേഷമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്തെ ആ സംശയമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സഭാ യുഗത്തിൽ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ മരിച്ചു പോകുന്ന എല്ലാ വിശുദ്ധന്മാരെയും കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അത് പ്രതികാര ദിവസം കഴിഞ്ഞ് സേനാ ദിവസത്തിന്റെ ആ ആരംഭഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രതികാര ദിവസം കഴിയുമ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള 140,000 എണ്ണം തികയപ്പെടുന്നതോടുകൂടി അതിന്റെ അവസാനത്തെ വ്യക്തിയെ കൂടി കൊന്ന് അവര് ഇസ്രായേലിന്റെ യെരൂശലേമിന്റെ മണ്ണിലിടും. ആ സമയത്ത് പുതിയ നിയമത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന സാക്ഷികളും കൊല്ലപ്പെട്ട് കിടക്കും. എന്നാൽ ഇസ്രായേലിൽ നിന്നുള്ള എണ്ണം തികയപ്പെടുന്നു. അതിന്റെ ബാക്കിയുള്ള ആഗോളപരമായിട്ടുള്ള സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിക്കാനുള്ളവരുടെ എണ്ണം തികയപ്പെടാനുണ്ട്. അവരുടെ എണ്ണം തികയപ്പെടുന്നത് അതിനുശേഷമായി 3.5 ദിവസം കഴിയുമ്പോഴാണ്. അതുവരെയാണ് അവരുടെ ഡെഡ് ബോഡികൾ ഇവിടെ ഭൂമിക്കുള്ളിൽ വെക്കാതെ യെരൂശലേമിന്റെ വീഥികൾ എല്ലാവരും കാണുന്നത്. ഈ സമയത്ത് ആഗോളപരമായിട്ടുള്ള ഒരു വലിയ കൂട്ടക്കൊല നടക്കും. അന്ന് രക്തസാക്ഷിത്വം വരിക്കേണ്ട ദൈവസഭയുടെ സാക്ഷ്യം തേച്ച് നിൽക്കുന്നവർ കൂട്ടത്തോടെ കൊല്ലപ്പെടും. അവിടെ ആത്മാക്കൾ ഭൂമിക്ക് കീഴിലേക്ക് പ്രവേശിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സമയം 3.5 ദിവസം, കേവലം 3.5 ദിവസത്തെ സമയത്തെയാണ്. ഇന്നു മുതൽ എന്ന് വരെ എന്ന് ചോദിച്ചാൽ ഇന്നു മുതൽ എന്ന് വരെ എന്ന് ചോദിക്കുമ്പോൾ പ്രതികാര ദിവസം തീർന്ന ദിവസം മുതൽ, അഥവാ 140,000 എണ്ണം തികയുന്ന ദിവസം മുതൽ ഒന്നാമത്തെ പുനരുത്ഥാനം നടക്കുന്നവരെയുള്ള സമയമാണ് 3.5 ദിവസം. ഈ 3.5 ദിവസത്തെയാണ് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം എന്ന് മുതലാണ്. എന്ന് മുതൽ എപ്പോൾ വരെ? എന്ന് മുതൽ ചോദിക്കുമ്പോൾ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഭ ആരംഭിച്ച സമയം മുതൽ എന്ന് വരെയുള്ളതാണ്. കർത്താവ് സഭ എടുക്കപ്പെടുന്നവരെയാണോ? അല്ല, അതേക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതികാര ദിവസത്തിന് അവസാന ശേഷമായി സേനാ ദിവസം ആരംഭിക്കുന്നതിനിടയിലുള്ള 3.5 ദിവസത്തെ സമയത്തെയാണ് ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ആ സംശയം വിട്ടുമാറി എന്നുള്ളതും നമ്മൾ പഠിപ്പിച്ചത് ശരിയായിരുന്നുള്ളതിൻ്റെ ഒരു വ്യാഖ്യാനത്തിന്റെ വിശദീകരണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തികയപ്പെടുന്ന 144,000 എണ്ണമാണ്. അത് പ്രതികാര ദിവസം അവസാനം കഴിയുന്നതോടുകൂടി എതിർ ക്രിസ്തു അവരെ കൊന്ന് അവിടെ എണ്ണം തികയ്ക്കും. അതോടുകൂടി അന്ന് കൊല്ലപ്പെടുന്നവരിൽ യെരൂശലേമിന്റെ വീതിയിൽ കിടക്കുന്നവരിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവരുണ്ടായിരിക്കും. എന്നാൽ ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ളവരുടെ എണ്ണം വീണ്ടും തികയപ്പെടുവാനുള്ളത് കൊണ്ട് 3.5 ദിവസം കൂടി ഈ സമയത്തിനുള്ളിൽ വലിയ കൊലപാതകങ്ങൾ തലയറുത്ത് കളയുന്ന ആ പ്രവൃത്തി ചെയ്യുകയും 3.5 ദിവസത്തോടു കൂടി അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ മൃതന്മാരായിട്ടുള്ളവരുടെ എണ്ണവും തികയപ്പെടുന്നു. അപ്പോൾ കർത്താവിന്റെ മൃതന്മാരായിട്ടുള്ളവരും ദൈവത്തിന്റെ ശവങ്ങൾ എന്നുള്ള ബന്ധത്തിലുള്ളവരുടെ പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനം സേനാ ദിവസത്തിന്റെ പ്രാരംഭ സമയത്ത് നടക്കുകയും സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള ഗണത്തിൽപ്പെടുന്ന സകല വിശുദ്ധന്മാരും സ്വർഗാസ്വർഗത്തിൽ എടുക്കപ്പെട്ടു എന്നുള്ളതും അവരെടുക്കപ്പെടുന്ന ബന്ധത്തിൽ സ്വർഗാസ്വർഗത്തിൽ അവരെ കാണപ്പെടുന്നുള്ള ബന്ധത്തിൽ ക്രിസ്തുവിന്റെ സമയത്ത് രക്തസാക്ഷിത്വം വരിക്കുന്ന നപ്താലിയെ പ്രദാനം ചെയ്യുന്ന വീണക്കാരായിട്ടുള്ളവർ സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേർന്നതിനെ കുറിച്ച് 15-ാം അധ്യായത്തിലുള്ള ബന്ധത്തിലും 14-ാം അധ്യായത്തിലുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചിരുന്നു. കർത്താവിനെ രാജാവായി വാഴിക്കുമ്പോൾ സ്ഥാന പ്രാപ്തിയുള്ള ബന്ധത്തിൽ ഭൂമിയുടെ ആധിപത്യമാകുന്ന 144,000 കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. അതോടൊപ്പം തന്നെ ദൈവസഭയുടെ ഗണത്തിൽ നിന്ന് രക്തസാക്ഷിത്വം വരിച്ച് മഹാകർഷത്തിൽ എത്തുന്നവരെ കുറിച്ച് ഫിലിപ്പോസ് 7-ാം അധ്യായത്തിന്റെ അവസാന പാരഗ്രാഫ് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ സകല വിശുദ്ധന്മാരും എത്തിച്ചേർന്ന് ചുരുക്കത്തിൽ നാം പ്രസ്താവിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയ്ക്ക് മുമ്പായി
നടക്കപ്പെടേണ്ട. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ 2 പുനരുത്ഥാനങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, അവൻ ഭരണം ആരംഭിക്കുന്ന സമയത്ത് 2 സാക്ഷികളുടെ പുനരുത്ഥാനം സംഭവിക്കും. അവൻ്റെ ഭരണത്തിൻ്റെ അവസാനത്തെങ്കിൽ 1-ാമത്തെ പുനരുത്ഥാനം നിറവേറപ്പെടും. അപ്പോൾ 2 പുനരുത്ഥാനങ്ങൾ ഈ 3.5 വർഷത്തിനുള്ളിൽ നടക്കപ്പെടും എന്നുള്ളതും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ളത്, ഭൂമിക്ക് കീഴിലേക്ക് ഈ ഈ യാഗപീഠത്തിന് കീഴിലേക്ക് സഹോദര പദവിയിലുള്ളവരും സഹഭൃത്യന്മാരുമായിട്ടുള്ള വിശുദ്ധന്മാർ എത്തിച്ചേരുന്നു. അവരവിടെ അങ്ങ് എത്തിച്ചേരുമ്പോൾ ആത്മാക്കൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കുറിച്ച്, താഴെ കിടന്ന പാതാളമുള്ളതും പാതാളത്തിലുള്ള ധനവാൻ സംസാരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് ഒരു സ്ഥലത്താണെങ്കിൽ ഈ സഹോദര പദവിയിലുള്ളവരും സഹഭൃത്യന്മാരുടെ പദവിയിലുള്ളവരും തമ്മിൽ സംസാരിക്കുകയും യേശുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ചും രക്തസാക്ഷി വഹിച്ച കാര്യത്തെക്കുറിച്ചും അവർ പഠിച്ച പാട്ടിനെ കുറിച്ചൊക്കെ അവർ അവിടെ വെച്ച് സംസാരിക്കും. അപ്പോൾ അവിടെ അത് രഹസ്യമായിട്ടിരിക്കത്തില്ല, അവർ തമ്മിൽ സംസാരിക്കാതിരിക്കത്തില്ല. അപ്പം നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്നുള്ളതൊക്കെ അവർ പരസ്പരം അവിടെ, പക്ഷേ അവിടെയും വേർതിരിവുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 1-ാം സ്വർഗവും 2-ാം സ്വർഗവും 3-ാം സ്വർഗവും തമ്മിൽ വേർതിരിവുള്ളതുപോലെ ഭൂമിക്ക് കീഴിലേക്കും ഈ ഇസ്രായേലിൻ്റെ രക്തസാക്ഷികളാകുന്ന 144,000 പേർ ചെല്ലുമ്പോഴും അവർ ഒരു പ്രത്യേക ഒരു ഗണത്തിൽപ്പെടുന്നവരാണ്. അവർ ലഭിക്കുന്ന നക്ഷത്രദേശമാണ്. അവരുമായിട്ടൊരിക്കലും ഒരു ബന്ധം ചന്ദ്രദേശ് പ്രാപിക്കാനുള്ള പുതിയ നിയമ സഭയുടെ രക്തസാക്ഷികൾക്ക് ഇല്ല. അവർ ഒരേ സ്ഥലത്താണെങ്കിലും 2 വ്യത്യസ്ത നിലവാരങ്ങളിലാണ് അവർ സൂക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് സ്വർഗാസ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രം കുഞ്ഞാടിൻ്റെ പുതിയ പാട്ട് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ചിന്തിച്ചു വരുമ്പോൾ ഭൂമിക്ക് കീഴിലേക്കല്ലേ പോകുന്നത്, യാഗപീഠത്തിന് കീഴിലല്ലേ? ഇപ്പോൾ ഈ 2 കൂട്ടർ അവിടെയാണെങ്കിൽ അവിടെ വെച്ച് ഇത് തമ്മിൽ അറിയാതിരിക്കുമോ എന്നുള്ള സംശയം വേണമെങ്കിൽ ഉണ്ടാകാം. അത് അത്ര ആഴമായി ചിന്തിക്കുന്നവർക്കേ ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഇനി ഉണ്ടാകുകയാണെങ്കിൽ എൻ്റെ ഉത്തരം ഇതാണ്. മീതിയുള്ള പാതാളത്തിലായിരുന്ന അബ്രഹാമിൻ്റെ മടിയിലിരുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരും നിത്യജീവന യോഗ്യതയുള്ളവരും ഉണ്ടായിരുന്നു. അവർ തമ്മിൽ വേർതിരിവുണ്ടായിരുന്നു. അവർ തമ്മിലുള്ളൊരു ബന്ധമില്ല. അപ്പോൾ ഓരോ നിരകൾ തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള വേർതിരിവുണ്ട്. അപ്പോൾ ഭൂമിക്ക് കീഴിലാണ് ഈ 2 കൂട്ടരെ വെക്കുന്നെങ്കിലും അവർക്ക് 2 വിധ തേജസ് ലഭിക്കുന്നതുകൊണ്ട് 2 വിഭാഗങ്ങളിലാണുള്ളത്. പക്ഷേ ഒരു സ്ഥലത്താണ് ദൈവം സൂക്ഷിക്കാൻ പോകുന്നത്. ഇതുവരെ സൂക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഭൂമിക്ക് കീഴിൽ 2 ഭാഗമായിട്ടാണ് അവരെ ശേഷിപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളാണ്. ഇസ്രായേൽ 144,000 രക്തസാക്ഷികളാകുന്നവർ ആ ഭാഗത്തേക്കും സഭയുടെ രക്തസാക്ഷികളാകുന്നവരെ വേറൊരു ഭാഗത്തേക്കും മാറ്റുവാൻ സകലത്തിനും കഴിവുള്ള ദൈവത്തിന് കഴിയും. നമ്മുടെ തലയിലെ മുടി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നവന് ഇതൊന്നും അസാധ്യമായ കാര്യമല്ല. കർത്താവിന് സകലവും കഴിയും. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടാകരുത്. ഞാനിങ്ങനെ ഇത് പഠിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ പുതിയ പാട്ട് അവർ അവിടെ വെച്ച് സ്വർഗത്തിൽ പാടുമ്പോൾ ഒരു ഒരുമിച്ചല്ലേ ഈ ഭൂമിക്ക് കീഴിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തമ്മിൽ സംസാരിക്കാതിരിക്കുമോ, മനസ്സിലാക്കാതിരിക്കുമോ, കാര്യങ്ങൾ പറയാതിരിക്കുമോ? സംസാരിക്കും. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാകണം. 1-ാം സ്വർഗവും 2-ാം സ്വർഗവും 3-ാം സ്വർഗവും വ്യത്യസ്തതയുണ്ട്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരുവിധമായ ഇടപഴകലുമില്ല. 3-ാം സ്വർഗത്തിലുള്ളവർക്ക് 3-ാം സ്വർഗത്തിലുള്ള ബന്ധത്തിലുള്ള ദൈവമായുള്ള സംസർഗമാണ്. 2-ാം സ്വർഗത്തിലുള്ളവർക്ക് 2-ാം സ്വർഗത്തിലുള്ള ബന്ധത്തിലാണ്. 1-ാം സ്വർഗത്തിലുള്ളവർക്ക് 1-ാം സ്വർഗത്തിലുള്ള ബന്ധത്തിലുള്ള മാത്രമേ ഉള്ളൂ. ഭൂമിക്ക് കീഴിൽ അവിടെ എത്തിച്ചേരുന്നവരിലും സഹോദര പദവിയിലുള്ളവർക്ക് സഹോദര പദവിയുള്ള ബന്ധത്തിലുള്ളവർ മാത്രമായിരിക്കും. അവരോട് ഒരുമിച്ചായിരിക്കും. സഹഭൃത്യന്മാരായിട്ടുള്ള വ്യത്യസ്ത നിലവാരത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഈ പറയുന്ന രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാകാതെ പുനരുത്ഥാനം ചെയ്ത അനന്തരം സ്വർഗാസ്വർഗത്തിന് ശേഷം അവർ ആ പുതിയ പാട്ട് പഠിക്കുന്നത്. അപ്പോൾ ഈ 2 സംശയങ്ങൾ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ദയവായിട്ട് ചോദിക്കാം. കാരണം നാളെ ഒരു സംശയം ഉണ്ടായി വന്നാൽ അത് കുഴപ്പമില്ല, ചോദിക്കാം. നമ്മളത് അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കി എടുക്കേണ്ടതുപോലെ മനസ്സിലാക്കി എടുക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഒഴിവാകുന്നുണ്ടെങ്കിൽ അത് ചോദിക്കാതിരിക്കരുത്. അത് നിശ്ചയമായിട്ടും നിങ്ങൾ ചോദിക്കണം. പിന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് നല്ലതാണോ ഒക്കെ ഒരു അഭിപ്രായം വല്ലപ്പോഴും കുറിക്കാമെങ്കിൽ എളിയ സന്തോഷമാണ്. അത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആത്മതൃപ്തി കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു കമൻ്റൊക്കെ ഇടാമെങ്കിൽ നന്നായിരിക്കും. അത് നന്നായിരിക്കും ഓർപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, അതൊരു സന്തോഷമാണ്. ഇപ്പോൾ നമ്മളൊരു മെസ്സേജ് എടുത്തു,
നമ്മളൊരു കാര്യം പഠിപ്പിച്ചു, അതിന് ഒരു റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അപ്പം നമ്മൾ നേരിൽ കാണുന്നില്ലല്ലോ, ഇങ്ങനെയാണല്ലോ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പം ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ നിർബന്ധിക്കത്തില്ല, ഒരു കാര്യത്തിൽ നിർബന്ധിക്കത്തില്ല. ഇതിൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തരുന്നു. എന്തെങ്കിലും വിഷയം നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതൊന്ന് ഒന്ന് അത് സപ്പോർട്ട് ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും. മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും. കാരണം ആൾക്കാരൊക്കെ നോക്കുന്നത് എത്ര പേര് കണ്ടു, അവരുടെ അഭിപ്രായം എന്താണ്. നമ്മളാണെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നോക്കുമ്പോൾ ആദ്യം അതിൻ്റെ റിവ്യൂ നോക്കും. നിങ്ങളൊരു ഹോട്ടലിൽ പോകണം, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ റിവ്യൂ നോക്കും. റിവ്യൂവിൻ്റെ അകത്ത് എന്താണോ കൊടുത്തിരിക്കുന്നത് അതനുസരിച്ചായിരിക്കും ആൾക്കാർ കയറും. അങ്ങനെയാണ് നോക്കുന്നത്. ഇപ്പം എല്ലാവരും നോക്കും, ബൈബിൾ സ്റ്റഡിയാണ്, അത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും അത്ര സമയമില്ല. അപ്പോൾ അതിനകത്ത് റിവ്യൂ നോക്കുമ്പോൾ ഇത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ, നോക്കിയിട്ടുണ്ടല്ലോ എന്ന് നോക്കും. ബൈബിൾ കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ ഒരു റിവ്യൂ സ്റ്റാറ്റസ് കൊടുക്കാമെങ്കിൽ നന്നായിരിക്കും ഓർപ്പിക്കുന്നു. സാധിക്കുമ്പോൾ മതി കേട്ടോ, അത് നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. ഞാൻ സാധാരണ ഇങ്ങനെ ആയിട്ടും പറയാറില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഇങ്ങനെ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. കണ്ടത് നല്ലതാണ്. കാരണം ഇടയ്ക്ക് ഒരു കാര്യങ്ങളൊക്കെ ഓർപ്പിക്കണമല്ലോ. സാധാരണ ഞാൻ ഈ പറയുന്ന യൂട്യൂബിനെ കുറിച്ചോ വെബ്സൈറ്റിനെ കുറിച്ചോ ഞാൻ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചോ ക്ലാസ്സുകളെ കുറിച്ചൊന്നും ഞാൻ ഒരിടത്ത് പോയാലും പറയാറില്ല. ഞാൻ അങ്ങനെ സംസാരിക്കാറുമില്ല. ഞാൻ പുസ്തകം കൊണ്ട് പോകാറുമില്ല. ഒരിടത്തും പോകുമ്പോൾ ഞാൻ പുസ്തകം കൊണ്ടുപോയി ഞാനത് കാണിക്കാറുമില്ല, എഴുതിയിട്ടുണ്ടെന്ന് പറയാറില്ല. അതൊക്കെ മറ്റുള്ളവരാണ് ചെയ്യേണ്ടത്, ഞാനല്ല ചെയ്യേണ്ടത്. കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തു, മറ്റുള്ളവരാണ് ആ ശുശ്രൂഷ ബാക്കിയുള്ളത് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ വചന പഠനത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. അതുപോലെ മിനിസ്ട്രി ഉണ്ടെന്നുള്ളത് അറിയിക്കുക. നിങ്ങൾ കഴിവതും അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത ഭാഗത്തിൻ്റെ ചിന്തയിലേക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയും ലോകാവസാനവും എന്നുള്ള വിഷയത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഇത് സംബന്ധമായിട്ടുള്ള വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷത അഥവാ കർത്താവ് രണ്ടാമത്തെ വരവെന്നുള്ളത്. ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് തമ്മിൽ വളരെയധികം താല്പര്യമുള്ള ഒരു വിഷയമാണ് ലോകാവസാനം എന്നുള്ളത്. ഈ ലോകാവസാനം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് ലോകാവസാനം എന്നതിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വളരെ അധികം ആൾക്കാർക്ക് താല്പര്യം ലോകാവസാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ്. ലോകാവസാനം എന്നുള്ളത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിൻ്റെ ഇടയിലുള്ള സമയമാണ്. അപ്പോൾ ഇത് സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നു. ലോകാവസാനം എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, സകല ജാതികൾക്കും സാക്ഷ്യമായിട്ട് സുവിശേഷം ഘോഷിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പോൾ ലോകാവസാനത്തിൻ്റെ പ്രധാന ലക്ഷണമായിട്ട് നാം കണ്ടെത്തേണ്ടത്, മനസ്സിലാക്കേണ്ടത്, സുവിശേഷം പരിശുദ്ധാത്മാവിനാൽ ദൈവസഭ സ്ഥാപിതമായതോടുകൂടി സുവിശേഷം ഘോഷിക്കപ്പെടുവാൻ തുടങ്ങി. അത് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിച്ചേർന്നെങ്കിൽ ഇന്നുവരെയും എല്ലായിടത്തും സുവിശേഷം എത്തിയിട്ടില്ല. അപ്പം അത് എത്തിച്ചേരുന്നത് അവസാനമായിട്ടാണ്. അപ്പോൾ അവസാനമാകണമെങ്കിൽ, അത് ഉണ്ടാകണമെങ്കിൽ സുവിശേഷം ഘോഷിക്കപ്പെടണം. അത് വിവിധ ഭാഷകളിലേക്ക് പുസ്തകങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യണം. ഇന്ന് വരെയും എത്താത്ത ഭാഷകളിലേക്ക് സുവിശേഷം എത്തണം. അങ്ങനെ സുവിശേഷം വേഗത്തിൽ എത്താനുള്ള മീഡിയകൾ ഉണ്ടാകണം. ഇപ്പം നമുക്കറിയാം ഓട്ടോമാറ്റിക് ട്രാൻസ്ലേഷൻ സിസ്റ്റമുണ്ട്. ഒരു മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം, പെട്ടെന്ന് തന്നെ ഏത് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേഷൻ ചെയ്യാം. അതിനൊക്കെയുള്ള മീഡിയകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇങ്ങനെയുള്ള ആധുനികമായിരിക്കുന്ന ടെക്നോളജികളൊക്കെ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം കണ്ടിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടിയാണ്. ദൈവം വെച്ചാൽ നമ്മളും ഈ പറയുന്ന ലോകാവസാന സംഭവങ്ങൾ എന്നുള്ള വിഷയം അത് ദൃശ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണ്ടി വരും. അതിൻ്റെ സൗണ്ട് സിസ്റ്റം, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പഠനത്തെക്കാൾ കൂടുതലായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടെ മനസ്സിലിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങളെല്ലാം യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തത്. ദൃശ്യവൽക്കരണമാണ്. ആദ്യത്തെ ഫിലിം പ്രദർശിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഏകദേശം എത്രയോ മണിക്കൂറുകൾ നീണ്ട ഒരു ചിത്ര പ്രദർശനമായിരുന്നു അന്ന് പത്മോസിലും തുടങ്ങിയിട്ട്. യോഹന്നാൻ ആത്മീയ വീഴ്ചയിലായി സ്വർഗീയ മണ്ഡലത്തിൽ നിന്നും
മരുഭൂമിയിലേക്ക് വരുന്നു, വൻമലയിലേക്ക് പോകുന്നു. അങ്ങനെ 4 പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ചാണ് ഇത് ചിത്രീകരണം ഈ ചിത്രം കാണിച്ചു കൊടുത്തത്. നമുക്കും ദിവസങ്ങളിൽ ഈ അവസാനമാകുമ്പോഴത്തേക്ക് മനുഷ്യർക്ക് ഇതിനൊന്നും സമയമില്ലാത്തത് കൊണ്ട്, പണ്ടൊക്കെ വായിക്കുമായിരുന്നു, ഇപ്പോൾ വായിക്കാനുള്ള സമയമൊന്നുമില്ല, കേൾക്കാനുള്ള സമയമില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ ക്യാപ്സ്യൂളുകളായിട്ട് ഈ പറയുന്ന സന്ദേശങ്ങളെ നമ്മൾ ദൃശ്യവൽക്കരിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ലോകാവസാനത്തെക്കുറിച്ചുള്ള തെറ്റായുള്ള കുറച്ച് ചിന്തകൾക്ക് മാറ്റം വരുത്തിയിട്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള യഥാർത്ഥമായിരിക്കുന്ന ഒരു ചിത്രം, അത് പരിശുദ്ധാത്മാവിൻ്റെ ഹിതപ്രകാരം അത് ചെയ്തെടുക്കുവാനാണ് ഈ പഠന കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളറകളിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പുസ്തകം അതിൻ്റെ സബ്ജക്റ്റ് വൈസായി ക്രോഡീകരിച്ച് അതിനെ എത്രത്തോളം കൊണ്ടുവന്നത്. അപ്പം അത് നമ്മുടെ കൈവശമുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിരിക്കേണ്ടത് അതിന് വേണ്ടതായിട്ടുള്ള മറ്റുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതും ദൈവത്തിൻ്റെ സമയത്ത് നടത്തും. പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. അപ്പോൾ ഈ കർത്താവിൻ്റെ 2ാമത്തെ വരവും ലോകാവസാനവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്, കർത്താവ് 2ാമത് വരും നിശ്ചയമാണ്. എന്നാൽ അതിന് മുമ്പായി സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സുവിശേഷം ലോകത്തെ എല്ലായിടത്തും എത്തിക്കും. നമ്മൾ 14-ാമത്തെ വായിച്ചപ്പോൾ ഒരു ദൂതൻ നിത്യസുവിശേഷം ലോകജാതികൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രതികാര ദിവസമുള്ള ബന്ധത്തിൽ, തീരുന്നോട് ബന്ധത്തിൽ ഈ സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കും. അത് അറിയിച്ച് പൂർത്തീകരിക്കപ്പെടുന്ന കർത്താവിൻ്റെ 2ാമത്തെ വരവോട് കൂടിയാണ്. അപ്പോൾ എപ്പോൾ അവസാനം വരുന്നില്ല, എതിർ ക്രിസ്തുവിൻ്റെ ഭരണം അവസാനിക്കുന്നതോടുകൂടി ലോകസന്നാഹങ്ങൾ എതിർ ക്രിസ്തു നടത്തി ഹർമോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിലേക്ക് വരും തോറും കർത്താവിൻ്റെ സുവിശേഷവും യാതിരടയിൽ ദൂതൻ മുഖാന്തരമായി, ദൈവസഭകൾ മുഖാന്തരമായി അയച്ചുകൊണ്ടിരിക്കും. അവസാനമായി എന്നാണ് സുവിശേഷത്തിൻ്റെ വാതിൽ അടയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ആരാണോ സുവിശേഷം പറഞ്ഞു തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇതിനാരംഭം കുറിച്ചവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൂതന്മാർ പ്രസ്താവിച്ചു തുടങ്ങി. യഥാർത്ഥമായ സുവിശേഷം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തി അത് ജീവിതത്തിൽ അതിൻ്റെ പൊരുൾ വെളിപ്പെടുത്തിയ യേശു ക്രിസ്തുവാണ്. അവൻ വന്ന പരിവാരങ്ങളുമായി കടന്ന് കല്യാണ സദ്യയുടെ വാതിൽ അടയ്ക്കപ്പെടുന്നവരെ, കല്യാണ സദ്യയുടെ വാതിൽ ഭൂമിയിൽ അടയ്ക്കപ്പെടുന്നവരെ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കർത്താവിൻ്റെ 1ാമത്തെ വരവെങ്കിൽ അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സന്ദേശം പാവമോചനത്തിൻ്റെ സന്ദേശമാണ്, നിത്യജീവൻ്റെ സന്ദേശമാണ്. അത് വലിയ ആത്മീയ ഉന്നതിയുടെ സന്ദേശമാണ്. അവസാനമായി ഇത് അടയപ്പെടുന്നത് കർത്താവ് തന്നെ വാതിലടയ്ക്കുന്നതോടെയാണ്. അപ്പോൾ സുവിശേഷത്തിൽ വാതിൽ തുറന്നത് ദൈവമാണെങ്കിൽ അടയ്ക്കുന്നതും ദൈവം തന്നെയായിരിക്കും. സുവിശേഷം ഘോഷിച്ചു തുടങ്ങി. സുവിശേഷമായി വാതിൽ തുറന്നത് പുനരുത്ഥാനന്തര ക്രിസ്തുയേശു മുഖാന്തരമാണ്. സുവിശേഷം എന്താണെന്ന് വ്യക്തമാക്കിയത്. അത് അവൻ തന്നെയാണ് വാതിലടയ്ക്കുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന ലോകാവസാനം വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വരവിനെക്കുറിച്ച് നമുക്കുള്ള തെറ്റായ ചിന്തകളൊക്കെ മാറി ഇപ്പോൾ നടക്കുന്ന ചില സംഭവ വികാസങ്ങളൊന്നും കണ്ട് നമ്മളാരും വേഗത്തിൽ ഇളകി ഞെട്ടിയൊന്നും പോകരുത്. പരിശുദ്ധാത്മാവ് ഭൂമിയിലുണ്ടോ, ദൈവസഭ ഭൂമിയിലുണ്ടോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ സമയങ്ങളുണ്ട്. അത് അതിൻ്റെ സമയത്ത് നടക്കും. അതുകൊണ്ട് കർത്താവ് വരാൻ വേണ്ടി ഒരുക്കപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം. അത് നാം നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക തന്നെ ചെയ്യണം. ഇപ്പോൾ ഈ തുടർന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം മധ്യാകാശ പ്രത്യക്ഷതയും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും ലോകാവസാനത്തെക്കുറിച്ചുമാണ്. മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നടക്കുന്നതിന് മുമ്പായി ഭൂമിയിൽ നിറവേറപ്പെടേണ്ട ചില വിഷയങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളോട് ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെയാണ് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയോട് ബന്ധത്തിൽ, ലോകാവസാന ബന്ധത്തിൽ ഭൂമിയിൽ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്വർഗത്തിൽ എത്തിച്ചേരുന്ന സർവവിശുദ്ധന്മാരും സംയുക്തമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന അഥവാ സംയുക്ത ആരാധന സ്വർഗത്തിൽ നടക്കുന്നു. അതിനുശേഷമാണ് സേനാ ദിവസത്തിൻ്റെ അവസാനത്തിൽ കുഞ്ഞാടിനെ പിതാവാം ദൈവം സ്വർഗീയ സിയോനിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് അവന് രാജ്യത്വം കൈമാറുന്നത്.
പൂർണ്ണമായിട്ടുള്ള അധികാരം ഏറ്റെടുക്കുന്നത്. കുഞ്ഞാടാൻ ദൈവം അധികാരം ഏറ്റെടുക്കുന്നത് സേനാദിവസത്തിന്റെ അവസാനത്തിലാകും. അന്ന് സ്വർഗാസ്വർഗത്തിൽ സംയുക്ത ആരാധന ഉണ്ടാകും. നമുക്കൊക്കെ സംയുക്ത ആരാധനയെ കുറിച്ച് അറിയാം അല്ലേ? ഇവിടെ വെളിപ്പാടസം പഠിക്കുമ്പോൾ 24 മൂപ്പന്മാരും 4 ജീവികളും കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നതിനെ കുറിച്ച് കണ്ടു. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേരുന്ന 144,000 ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സഭയുടെ രക്തസാക്ഷികളായിട്ടുള്ളവരെ കുറിച്ച് നമ്മൾ കണ്ടു. അതിനു മുമ്പ് പോയ പഴയ വിശുദ്ധന്മാരും അതുപോലെ തന്നെ പുതിയ നിയമസഭയുടെ കന്യകമാരുടെ പദവിയിലുള്ളവരും ദൈവത്തിന്റെ ആലയത്തിൽ ഇരുന്ന് അവനെ രാപ്പകൽ ആരാധിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ വിവിധ നിലവാരങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നതും അതോടനുബന്ധമായി സ്വർഗദൂതന്മാർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ചും നാം കണ്ടു. പക്ഷെ ഇപ്പോൾ അവിടെ ആരാധന സാറാഫുകളും കെരൂബുകളും അടങ്ങുന്ന ദൂതസഞ്ചയങ്ങളാണെങ്കിൽ കുഞ്ഞാടിന്റെ മണവാട്ടി എത്തിച്ചേരുന്നതോടു കൂടിയാണ് അവിടെയുള്ള ആരാധക വൃന്ദത്തിലേക്ക് മനുഷ്യരിൽ നിന്നുള്ള പുനരുത്ഥാന തേജസ് പ്രാപിക്കുന്ന ദൈവത്തിന്റെ സൃഷ്ടികളിൽ അതിശ്രേഷ്ഠമായിരിക്കുന്ന സൃഷ്ടികളുടെ ആരാധന അവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ സ്വർഗത്തിൽ ആരാധനയുണ്ട്. ദൈവത്തെ അവർ രാപ്പകൽ യഹോവ പരിശുദ്ധൻ 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 പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നതിനെ കുറിച്ച് യശയ്യാവൊക്കെ ദർശനത്തിൽ കൂടെ എഴുതിയിട്ടുണ്ട്. പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പുത്രനാകുന്ന ക്രിസ്തു ഇരിപ്പുണ്ട്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ സഭയെ ഒരുക്കിയെടുക്കുന്നുണ്ട്. സഭ പരിശുദ്ധാത്മാവ് ഒരുക്കിയെടുത്ത് ചെന്ന ശേഷമായി അവിടെ 24 മൂപ്പന്മാരും 4 ജീവികളും അടങ്ങുന്ന ദൈവസഭ ദൈവത്തെ ആരാധിക്കും. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കും. അതിനോടനുബന്ധമായി 1-2 സ്വർഗത്തിലുള്ള 2 സാക്ഷികളുടെ പുനരുത്ഥാനത്തിൽ അവർ സ്വർഗീയ സിംഹാസനത്തിൽ അവർ ദൈവത്തിന്റെ മുമ്പാകെ ആലയത്തിൽ ദൈവത്തെ ആരാധിക്കും. അവിടെ ഇടയിലേക്ക് ചെല്ലാനുള്ളവരായിരിക്കുന്ന ഒന്നാമത്തെ പുനരുത്ഥാനത്തിലുള്ളവരും എത്തിച്ചേരുന്നതോടുകൂടി ഈ പറയുന്ന സ്വർഗീയ തേജസ് പ്രാപിക്കാനുള്ള അപ്പോസ്തല പദവി പ്രാപിക്കാനുള്ളവർ, പ്രവാചക പദവിയിലുള്ളവർ, വിശുദ്ധ പദവിയിലുള്ളവർ, വിശുദ്ധമായ പദവിയിലുള്ളവർ എന്നിങ്ങനെയുള്ള 3 പദവിയിലുള്ളവരും സ്വർഗീയ തേജസ്സോടെ എത്തുവരെയാണ് സ്വർഗമേ എന്ന് പറയുന്നത്. സ്വർഗമേ എന്ന് പറയുമ്പോൾ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരുമായുള്ളവരെ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ സ്വർഗമേ വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വർഗീയ തേജസ് പ്രാപിക്കുവാൻ യോഗ്യതയുള്ളവർ അവിടെ എത്തിച്ചേരുമ്പോൾ അവരാണ്. അപ്പോൾ സ്വർഗീയമായ തേജസ് പ്രാപിക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലുള്ളവരും അപ്പോസ്തലിക പദവിയിലുള്ളവരും പ്രവാചക പദവിയിലുള്ളവരും കൂടി കുഞ്ഞാടിനെ അവന്റെ സേനാ ദിവസത്തിൽ അവൻ രാജ്യത്തെ ഏറ്റെടുക്കുമ്പോൾ അവർ ഒരുമിച്ച് കുഞ്ഞാടിനെ മഹത്വപ്പെടുത്തി ആരാധിക്കുന്ന സ്വർഗീയ ആരാധനയുടെ കാര്യങ്ങളാണ് 19-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് മതമൂലത്തോട് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ തിരശ്ശീല വീണുവെങ്കിലും അവന്റെ അവസാനത്തിലേക്കുള്ള യാത്രയാണ്. അപ്പം ലോകത്തിന്റെ മഹാകഷ്ടയുടെ പ്രസവ വേദനയുടെ നാളുകളിലേക്കാണ് അത് വലിയ പ്രസവവേദനയുടെ കാലത്തേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഈറ്റുനോവിന്റെ കാലം ആണ് ക്രിസ്തുവിന്റെ ഭരണമെങ്കിൽ അതിനുശേഷമാണ് മഹാകഷ്ടതയാകുന്ന ഇതുവരെ ലോകത്തിലുണ്ടാകാത്തതും ഇനിമേലുണ്ടാകാത്തതുമായിരിക്കുന്ന വലിയ കഷ്ടതയുടെ നാളിൽ ഉണ്ടാകുന്ന ഒന്നാണ്. അന്ന് ദൈവം നാളുകളെ ചുരുക്കും തൻ്റെ വൃതന്മാർ നിമിത്തം. വൃതന്മാർ ബാക്കിയുള്ളതെല്ലാം ദൈവത്തിന്റെ സമയബന്ധിതമായിട്ട് നടക്കുന്നതാണ്. ഒരിക്കലും സാധാരണ വിഭവത്തിൽ ചുരുക്കത്തില്ല. ഈറ്റുനാവാകുന്ന ക്രിസ്തുവിന്റെ ഭരണവും ദൈവം ചുരുക്കത്തില്ല. എന്നാൽ പ്രസവവേദനയാകുന്ന കഷ്ടതയുള്ള ബന്ധത്തിൽ അടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ വലിയ എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടതയുടെ സമയങ്ങളാണ്. അത് ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലാണ് ഈ മൃഗം ഇരുളായി പൂർണ്ണമായവൻ്റെ 7ാമത്തെ കലശം ഒഴിക്കുന്നതോടെ അവൻ അന്ധകാരമായിത്തീരുന്നതോടുകൂടി അവന് തന്നെ ഒരു കാഴ്ചപ്പാടുമില്ലാതെ അവൻ തന്നെ വഹിച്ചുകൊണ്ട് നിൽക്കുന്നവരെ കൊന്നുകളയുന്നു. അതിനുശേഷമായി ദൈവത്തോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അവൻ ഒരുങ്ങുന്നു. എല്ലാവരെയും കൊന്നുകളയുക, നശിപ്പിക്കുക, ഇല്ലാതാക്കുക, മുടിപ്പിക്കുക, ശൂന്യമാക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോഴുള്ള അവസാന ദിവസങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സമയങ്ങളിലാണ് വ്രതന്മാരെ ഓർത്ത് ദൈവം ചുരുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 10 പേരിൽ 5 പേര് എന്നുള്ള നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ കർത്താവ് വരുന്നതിനെ കുറിച്ച് അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ എന്താണ് ഈറ്റുനോവ്? ഈറ്റുനോവിന്റെ ആരംഭം എന്താണ്? ഈറ്റുനോവ് എന്താണ്?
അതുപോലെ തന്നെ പ്രസവവേദന എന്താണ് എന്നൊക്കെയുള്ളത് വേദപുസ്തക പഠനത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഈറ്റുനോവിൻ്റെ കാലമാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണം. അത് ഈറ്റുനോവിൻ്റെ ആരംഭമാണ് അതിന് മുമ്പുള്ള സമയങ്ങൾ. ഈ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഈറ്റുനോവിൻ്റെ ആരംഭം ആരംഭിക്കുന്നു. ഈറ്റുനോവാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണം. എന്നാൽ അതിന് ശേഷമായിട്ടാണ് ഈ 45 ദിവസം മിനിമം, ഒരു മാസവും അത് നമ്മളിവിടെ കണക്ക് ചിന്തിക്കുമ്പോൾ മിനിമം 45 ദിവസവും മാക്സിമം 75 ദിവസവുമാണ്. മിനിമം ഒരു മാസം 30 ദിവസമോ അല്ലെങ്കിൽ 2.5 മാസമോ. ഇപ്പം മിനിമം 1260 1290 ദിവസമാണ് പറയുന്നത്. 1335 ദിവസമാണ് പറയുന്നത്. അപ്പോൾ 1260 കഴിഞ്ഞാൽ, അത് പ്രസവം കഴിഞ്ഞാൽ 1290 ദിവസം വരെ എന്ന് പറഞ്ഞാൽ 30 ദിവസം എന്നുള്ളത് നിശ്ചയമായിട്ടും പ്രസവവേദനയുടെ കാലമാണ്. എന്നാൽ അത് 75 ദിവസം വരെ പോകാം. എന്നാൽ അത് അത്രയും വരെ പോകാതെ എണ്ണം കുറയുമ്പോൾ, വധന്മാരുടെ എണ്ണം കുറയുമ്പോൾ കർത്താവ് നാളെ ചുരുക്കി രണ്ടാമത് പ്രത്യക്ഷപ്പെടും. അതേക്കുറിച്ചാണ് ഇവിടെ ചിന്തിക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുഞ്ഞാട് അവൻ രാജ്യത്വം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച്, അന്ന് നടക്കുന്ന സംയുക്ത ആരാധനയെക്കുറിച്ചാണ് ഫിലിപ്പോസ് 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗത്തിലേക്കാണ് തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. 19-ാം അധ്യായം 1-ാം വാക്യം വായിക്കും. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇവിടെ ഈ വേദപുസ്തകത്തിൽ ആദ്യമായി ഹല്ലേലൂയ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് 19-ാം അധ്യായം 1-ാം വാക്യം. മറ്റ് ഒരിടത്തും തന്നെ ഹല്ലേലൂയ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. അത് ആദ്യമായി വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് സംയുക്ത ആരാധനയോടുള്ള ബന്ധത്തിൽ വിശുദ്ധന്മാർ സ്വർഗാസുരത്തെത്തിക്കഴിയുമ്പോൾ ഇന്ന് ഇവിടെ പഠിച്ച് ഹല്ലേലൂയ പറയുന്ന ദൈവമക്കൾ സ്വർഗത്തിലെത്തി പിതാവാം ദൈവത്തിന് മഹത്വം കരയേറ്റുന്ന ഹല്ലേലൂയ എന്ന പദം നേരിൽ കണ്ടുകൊണ്ട് നാം ഇന്ന് വിശ്വാസക്കണ്ണാൽ കാണുകയാണ് നമ്മുടെ ദൈവത്തെ. എന്നാൽ നാം ഒരു നാൾ അവനെ മുഖാമുഖം കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുന്ന ഒരു സംയുക്ത ആരാധനയുള്ള പശ്ചാത്തലത്തിലാണ് ഹല്ലേലൂയ എന്ന പദം അവിടെ ഘോഷിക്കപ്പെടുന്നത്. ഇന്നിവിടെ ഹല്ലേലൂയ പറയുമ്പോൾ പലരും കളിയാക്കുകയും അതിനെ ആക്ഷേപിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഇവിടെ ആക്ഷേപിച്ചാൽ തീർന്നു പോകുന്നതല്ല ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ നാം ആരാധിക്കുന്ന ദൈവം ഇരിക്കുന്നിടത്ത് ചെന്ന് അവനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറയുവാൻ ദൈവം ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ദൈവമക്കളാണ് സ്വർഗീയ തേജസ് പ്രാപിക്കുന്നവർ. അതുകൊണ്ട് ഇവിടെ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മഹത്വം കരയേറ്റുന്നവർ, ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നവർ, കർത്താവിന് മഹത്വം ഇവിടെ പറയാൻ പുരുഷാദ് പറയും കേട്ടത്, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. അപ്പോൾ ദൈവത്തിനാണ് സകല രക്ഷയും മഹത്വവും ശക്തിയും ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. സ്വർഗത്തിൽ വലിയൊരു മഹാപുരുഷാരം മഹാഘോഷത്തിൽ ഘോഷിക്കുന്ന മഗ്ദിയാം ബാബിലോനെ ദൈവം ന്യായവിധിച്ചുള്ള സന്തോഷത്തിലാണ്. അവരിങ്ങനെ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ഭൂമിയിൽ നടന്നല്ലോ എന്നുള്ള വലിയ സന്തോഷത്തോടുകൂടി ആ കഷ്ടതയിൽ നിന്ന് എത്തിച്ചേർന്ന 144,000 വലിയൊരു പുരുഷാരം വെള്ളനിലേക്ക് ധരിച്ചവരെല്ലാം സ്വർഗാസുഖത്തിൽ എത്തിക്കഴിയുമ്പോൾ വലിയൊരു സന്തോഷത്തോടെ ഹല്ലേലൂയ എന്ന സ്വർഗീയപദം അവര് വലിയ സന്തോഷത്തോടെ ദൈവത്തിന് കരയേറ്റുന്ന ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുകൂടാതെ 3 പ്രാവശ്യം കൂടിയാണ് ഹല്ലേലൂയ എന്ന വാക്ക് ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 4 പ്രാവശ്യം മാത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ് ഹല്ലേലൂയ എന്നുള്ളത്. എന്നാൽ ഇന്ന് നമുക്കിവിടെ ഹല്ലേലൂയ പറയുവാൻ ഒരു ലിമിറ്റേഷനും എന്തെങ്കിലും തന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ഹല്ലേലൂയ പറയുവാൻ
ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഇത് നമുക്കിവിടെ ഭാഗ്യം. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ അത് നിറവേറപ്പെടാൻ പോകുന്നത് സ്വർഗത്തിൽ വെച്ചാണ്. അപ്പോൾ 4 പ്രാവശ്യമേ ഹല്ലേലൂയ എന്ന പദം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ ഘോഷം നമ്മൾ കേൾക്കുന്നത് മഹാപുരുഷാരത്തിൻ്റെ ഘോഷമാണ്. അപ്പോൾ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിലുള്ളത് പറഞ്ഞ് വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത്. അപ്പോൾ ഈ മഹാഘോഷം പെരുവെള്ളത്തിനരിച്ച പോലെ ദൈവത്തെ ഘോഷിക്കുന്നതിനെ കുറിച്ചൊക്കെ 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് പെരുവെള്ളത്തിനരിച്ച പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണ വീട്ടുന്ന പോലെയായിരുന്നു. ഇവിടെ അവര് പെരുവെള്ളത്തിനരിച്ച പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും 144,000 പേര് പാടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് വലിയൊരു പുരുഷാരം കുരുത്തോലകൾ പിടിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുന്നതിന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ നമസ്കരിച്ചു. അവർ എങ്ങനെ രക്ഷ എന്നുള്ളത് സിംഹാസീകരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അത് വെളിപ്പാട് 7-ാം അധ്യായത്തില്ല. ഇതിനുശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലമായി സിംഹാസനം കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിരിക്കുന്നതായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ ദാനമെന്ന് ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ രക്തസാക്ഷിത്വം വലിച്ചെത്തിയവരും എത്തിയ സഭയുടെ രക്തസാക്ഷികൾ വലിയ പുരുഷാരമായി ഇവിടെ കാണുന്നു. മുമ്പാകെ നിൽക്കുന്നതുകൊണ്ട് വലിയൊരു പുരുഷാരം കുരുത്തോലമായ മഹാപുരുഷാരം വെള്ളനിലയെങ്കിൽ ധരിച്ച് നിൽക്കുന്നു. 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ തീ കലർന്ന പളുങ്കടലിനോടൊന്നും അതിന് വീണകൾ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ സിംഹാസനം മുമ്പാകെ അവർ പാടുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 15-ാം അധ്യായത്തിലും അവരെ ആ ഗ്രൂപ്പ് 14-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് 2-ാം വാക്യം. പെരുവെള്ളത്തിലെ എരിച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ നിന്ന് ഞാൻ കേട്ടു ഒരു ഘോഷം കേട്ട ഘോഷം വൈനികന്മാർ വീണപ്പെട്ടു. അപ്പോൾ പാട്ട് പാടുന്ന വീണക്കാരുടെ പാട്ട് പോലെ പെരുവെള്ളത്തിലെ എരിച്ചിൽ പോലെയും വലിയ ഘോഷം പോലെയും അതുപോലെ മഹാപുരുഷാരത്തിൻ്റെ എല്ലാം കൂടെ ചേരുന്ന ഒരു സംയുക്തമായിട്ടുള്ള ഒരു ശബ്ദമാണ് ഇവിടെ കേൾക്കുന്നത്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് ഉള്ളത് എന്ന് പറയുന്ന സന്ദർഭത്തിൽ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഈ പ്രാർത്ഥനയുടെ വാചകങ്ങളുണ്ടായിരുന്നു. 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ, ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്തായി സുവിശേഷം 6-ാം അധ്യായം 13-ാം വാക്യം കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ച് അവസാനിപ്പിക്കുന്നത്. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. എന്നാൽ ദുഷ്ടനായ സാത്താന്റെ പരീക്ഷയിൽ നിന്ന് വിവിധ കാലഘട്ടങ്ങളിൽ രക്ഷ നേടിയ വിശുദ്ധന്മാർ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അവർ സ്വർഗത്തിൽ ഉച്ചത്തിൽ ഘോഷിക്കുന്നതാണ് ഹല്ലേലൂയ, രക്ഷയും ശക്തിയും മഹത്വവും നമ്മുടെ ദൈവത്തിനുള്ളതാണ്. അപ്പോൾ അന്ന് യിസ്രായേൽ ദൈവം ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ വന്ന് ഞങ്ങളെ യോഹന്നാന്റെ ശിഷ്യന്മാർ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പഠിപ്പിക്കുന്ന കർത്താവ് വലിയ പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പം അതിനകത്തെ പ്രാർത്ഥനയ്ക്കകത്തെ ഭാഗം നമ്മളെടുത്ത് എപ്പോഴും ജൽപ്പനം ചെയ്യാറില്ല. പക്ഷേ അതിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രാർത്ഥന വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൽ ഉൾപ്പെടാനുള്ളവരെല്ലാം ദൈവസഭയുടെ അംഗങ്ങളല്ല. ദൈവരാജ്യത്തിലാണ് ദൈവസഭ. പക്ഷേ ദൈവരാജ്യത്തിലുള്ളവരെല്ലാവരും ദൈവസഭയിലുള്ളവരല്ല. എന്നാൽ ദൈവസഭയിലുള്ളവരെല്ലാവരും ദൈവരാജ്യത്തിലുള്ളവരാണ്. ഞാൻ പറഞ്ഞല്ലോ, പഴയ വിശുദ്ധന്മാരും പുതിയ വിശുദ്ധന്മാരും എല്ലാവരും ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നവരാണ്. എന്നാൽ സഭ എന്നുള്ളത് കർത്താവ് വ്യക്തമായി വേർതിരിച്ച് ഞാൻ സഭയെ പണിയുകയാണ് ചെയ്തത്. അപ്പോൾ സുവിശേഷത്തിലൂടെയാണ് ദൈവരാജ്യവും ദൈവസഭയും ആകുന്നത്. പക്ഷേ ദൈവരാജ്യം എന്നുള്ളത് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുമ്പോൾ, അത് ദൈവത്തിൻ്റെ രാജ്യത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ സഭയുടെ പ്രാധാന്യത ക്രിസ്തുവിനോട് ചേരുവാനുള്ള ബന്ധത്തിലാണ് നിൽക്കുന്നത്. അത് ദേശത്തോടുള്ള ബന്ധത്തിൽ, പണത്തോടുള്ള ബന്ധത്തിൽ ഒക്കെയാണ് രാജ്യം നിൽക്കുന്നത്, ദൈവരാജ്യം നിൽക്കുന്നത്. എന്നാൽ രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഒരു രാജ്യമുണ്ടെങ്കിൽ അതിനൊരു ക്യാപിറ്റലുണ്ട്. അപ്പോൾ ദൈവരാജ്യം എന്നുള്ളത് ബ്രോഡായിട്ടുള്ള ആഗോളപരമായിട്ടുള്ള, അതിൽ നിന്ന് ആഗോളപരമായിട്ടുള്ള സഭയിൽ നിന്ന് അവൻ്റെ മന്ദിരമായി തീരുവാനുള്ള വലിയ പദവി ലഭിക്കുന്നവരാണ് ദൈവസഭയിലുള്ളവർ. അപ്പോൾ ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല
എന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് കർത്താവ് പഠിപ്പിച്ച് ഞങ്ങളെ പരീക്ഷയിൽ അകപ്പെടുത്താതെ രക്ഷകെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ, രാജ്യശക്തി മഹത്വം എന്നേക്കുന്നതിനെ. നമ്മളിതിൻ്റെ അകത്ത് ഇങ്ങനെ അതേ രീതിയിൽ പാറ്റേണിൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ രക്ഷിക്കണമേ, സദാ ഞങ്ങളെ പരീക്ഷിക്കരുതെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടത് അത് ആരാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥന ദൈവം പഠിപ്പിച്ച ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പോൾ അവർ രക്ഷ പ്രാപിച്ച ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുന്നവർ സ്വർഗത്തിൽ ഘോഷിക്കുന്ന ഘോഷമാണത്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ ഭാഗമായി തീരുന്ന അവർ പാടുന്ന പാട്ടാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട്. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാപുരുഷാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. എന്നിട്ട് അവർ പറയുന്നത് വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. തൻ്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ. അവർ പിന്നെയും ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞു. സിംഹാസനിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. അപ്പോൾ ആദ്യത്തെ 2 പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ, ഒന്ന് ആദ്യം പറയുന്നത് ഈ പറയുന്ന പഴയ പുതിയ നിയമ ശ്രേഷ്ഠന്മാരായിരിക്കുന്ന വിശുദ്ധന്മാരാണ്. അവർ ഒരുമിച്ച് പറയുകയാണ് ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ. ആ സമയത്ത് 24 മൂപ്പന്മാരും 4 ജീവികളും പ്രദാനം ചെയ്യുന്ന മണവാട്ടി സഭ ഈ മഹാപുരുഷാരത്തിന്റെ ഗണത്തിൽപ്പെടുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവസഭയുടെ ഏറ്റവും അതിശ്രേഷ്ഠമേറിയിരിക്കുന്ന പദവിയിലേക്ക് എത്തുന്ന കുഞ്ഞാടിന്റെ മണവാട്ടി സഭ മഹാപുരുഷാരത്തിന്റെ ഭാഗമല്ല. എന്നാൽ അവര് പറയുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ടല്ല ഈ 24 മൂപ്പന്മാരും 4 ജീവികളും അടങ്ങുന്ന ദൈവസഭയെ പ്രതിദാനം ചെയ്യുന്ന, നമ്മെ പ്രതിദാനം ചെയ്യുന്ന അവർ ഹല്ലേലൂയ പറയുന്നത് അതിൻ്റെ 3-ാമത്തെ സന്ദർഭത്തിലാണ്. അപ്പോൾ ആദ്യത്തെ സന്ദർഭത്തിൽ പിതാവാം ദൈവത്തിന് മഹത്വം, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് അത് വെറുതെ പറയുകയല്ല, അത് യാഥാർത്ഥ്യമായി തീർന്നു കഴിഞ്ഞപ്പോൾ അന്ന് വരെ അനുഭവിച്ച കഷ്ടതകളും വേദനകളും എല്ലാം മാറി സ്വർഗീയ ദൈവത്തെ ഇന്ന് ഇടറിയ ശബ്ദത്തോടെ ഹല്ലേലൂയ സ്തോത്രം പറയാറുണ്ട്. വലിയ വിഷമതയിൽ, കഷ്ടതയിൽ, വേദനയിൽ ഞെരുങ്ങി ഹല്ലേലൂയ പറയാറുണ്ട്. എന്നാൽ അന്ന് ഇടറിയ സ്വരത്തിലല്ല, നിരാശയുടെ സ്വരത്തിലല്ല, വേദനയുടെ സ്വരത്തിലല്ല ഹല്ലേലൂയ പറയുന്നത്. ഇന്നൊരു പക്ഷേ ഹല്ലേലൂയ എന്ന ഉറക്കെ ആരാധിച്ചാൽ മറ്റാരെങ്കിലും കേട്ട് അത് തടയാൻ വരുമോ എന്നൊക്കെയുള്ള പേടിയോടുകൂടി അടച്ചിട്ട മുറികളിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. അത് ഇവിടെ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വളരെ പരിമിതമാണ്. നാം ഒച്ച വെച്ച് കഴിഞ്ഞാൽ മറ്റാർക്കെങ്കിലും ഇത് പ്രശ്നമായി തീരുമോ എന്ന് നാം പലപ്പോഴും ഭയപ്പെട്ടുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ട്. കാരണം അല്പം ഒച്ച ഒന്ന് കൂടിപ്പോയാൽ ഒരുപക്ഷെ അതിന് എതിർപ്പുയരാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ദൈവമക്കളുടെ ആരാധനയ്ക്കെതിരെ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അത് വർദ്ധിച്ചു വരുന്നതുകൊണ്ട് മറ്റാർക്കും ഇടർച്ച ഉണ്ടാകാതിരിക്കുവാൻ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്. നാം ദൈവസഭയ്ക്കും മറ്റുള്ള രാജ്യങ്ങൾക്കോ ആർക്കും നാം ഒരു ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആരാധന മറ്റുള്ളവർക്ക് അരോചകമാണെങ്കിൽ, അവർക്കത് കേൾക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, അവർക്കത് കേൾക്കണ്ട എന്നാണെങ്കിൽ അവർ കേൾക്കണ്ട. നാം അതിനുള്ള രീതിയിൽ നാം ആരാധിക്കുക. എന്നാൽ ദൈവത്തെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഘോഷിക്കുന്ന ഒരു സുദിനമുണ്ട്. അന്ന് ഇടറിയ സ്വരത്തോടെയല്ല, നിരാശയുടെ സ്വരത്തോടെയല്ല, ഭയത്തോടെയല്ല, വേദനയോടെയല്ല, രോഗത്തോടെയല്ല. അന്ന് പുനരുത്ഥാനത്തിന് ശരീരമായി ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു മഹനീയ സന്ദർഭം പുനരുത്ഥാനന്തരം നമുക്ക് കിട്ടുന്നുണ്ട്. സംയുക്ത ആരാധനയിൽ ആദ്യമായി മഹാപുരുഷാരും ഒരുമിച്ച് ഹല്ലേലൂയ എന്ന് ഉച്ചത്തിൽ ഘോഷിക്കുകയും അതിനോടനുബന്ധമായിട്ട് നമുക്ക് കാണാൻ അവർ പറയുന്നത്, നീ പ്രതികാരം ചെയ്തു. അപ്പോൾ പ്രതികാര ദിവസം കഴിഞ്ഞ് സേനാ ദിവസത്തിന്റെ ആരംഭത്തെങ്കിലാണ് 1-ാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ് അവിടെ എത്തുന്നത്. സേനാ ദിവസത്തിന്റെ എല്ലാവരും എത്തിക്കഴിയുമ്പോൾ നടക്കുന്ന സംയുക്ത ആരാധന എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി ഇത് ആവർത്തിക്കാം.
കാരണം ഓരോ ഘട്ടങ്ങളിൽ നടക്കുന്ന ആരാധന എപ്പോഴൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകണം. അപ്പം ആദ്യമായി മനുഷ്യവംശത്ത് നിന്ന് ദൈവത്തെ ആരാധിക്കുന്നത്, സ്വർഗാസുഖത്തെ ആരാധിക്കുന്നത് ആരാണ്? മണവാട്ടി സഭയാണ്. അവര് എന്നാണ് അവിടെ ആരാധിക്കുന്നത്? കർത്താവിന്റെ മധ്യാകാശ പ്രതിഷ്ഠയ്ക്ക് ശേഷം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് ദൈവത്തെ നമസ്കരിച്ച് ആരാധിക്കും. അതിനുശേഷമായി 3.5 വർഷം കഴിയുമ്പോൾ ഇത് ക്രിസ്തു ഭരണം ആരംഭിക്കുമ്പോൾ 1-ാം സ്വർഗത്തിലും 2-ാം സ്വർഗത്തിലുള്ള വിശുദ്ധന്മാർ സ്വർഗാരോഹണം, 2 സാക്ഷിയുടെ പുനരുത്ഥാനത്തിൽ സ്വർഗാരോഹണം ചെയ്യും. അവര് ദൈവത്തിന്റെ ആലയത്തിലിരുന്ന് അവനെ രാപ്പകൽ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത് ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 3.5 വർഷം കഴിയുമ്പോൾ ഒന്നാമത്തെ പുനരുത്ഥാനം സംഭവിക്കുകയും അന്ന് രക്തസാക്ഷികളായിത്തീർന്ന വലിയൊരു പുരുഷാരം സഭയെ പ്രതികരിച്ചുകൊണ്ട് ഉള്ള നിലയിൽ തിരിച്ചവർ കുഞ്ഞാടിന്റെ സുവാസം ഭാഗവ ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ആരാധിക്കും. അന്ന് തന്നെയാണ് ഈ 144,000 ദൈവത്തെ ആരാധിക്കുന്നത്. സേനാ ദിവസത്തിന്റെ അവസാനം ദിവസത്തിലേക്ക് എത്തിക്കുക. 1-ാം പുനരുത്ഥാനം കഴിയുമ്പോൾ കുഞ്ഞാടിന്റെ സേനാ ദിവസം രാജ്യത്തെ മറ്റെടുക്കുന്നുള്ള ബന്ധത്തിലാണ് സംയുക്തമായിട്ട് സകല വിശുദ്ധന്മാരും സ്വർഗാസ്വർഗത്തിൽ പിതാവാൻ ദൈവത്തിൻ്റെയും പരിശുദ്ധന്മാവാൻ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ മുമ്പാകെ എത്തിച്ചേരുന്നത്. ഇന്ന് രാത്രിയിൽ ആ സ്വർഗീയ ആ സമ്മേളനം ഒന്ന് കാണുവാൻ കഴിയുമോ? ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ചിതറി പാർക്കുന്ന നമ്മൾ വിവിധമായിരിക്കുന്ന ആത്മീയ നിലവാരങ്ങളുള്ളവരാണ്. അത് പഴയ വിശുദ്ധന്മാർ നമുക്ക് മുമ്പേ പോയവർ അവർ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവരും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അത് കുഞ്ഞാടാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ സംയുക്ത ആരാധനയിൽ അവർ അന്ന് അവിടെ കാണും. ഇവിടെ അതിന് ആദ്യമായി പ്രാരംഭം കുറിക്കുന്നത് സ്വർഗാസ്വർഗത്തിൻ്റെ ആദിഫലമായിരിക്കുന്ന കുഞ്ഞാടിനെ നമസ്കരിക്കുന്നത് സർവസൃഷ്ടിയുടെ ആദിഫലമായിരിക്കുന്ന പുതിയ നിയമസഭയുടെ മണവാട്ടി സഭയാണ്. പറഞ്ഞല്ലോ, അതിന് ശേഷമായി എത്തേണ്ട വിശുദ്ധന്മാർ എത്തിയ ശേഷമായി 19-ാം അധ്യായത്തിൽ ഇവർ ഹല്ലേലൂയ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് അവർ പാടുമ്പോൾ അവർ പറയുകയാണ്, മഹാവേശ്യ കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് അവൻ ശിക്ഷ വിധിച്ചു. എൻ്റെ ദാസന്മാരുടെ രക്തം അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുകൊണ്ട് അവൻ്റെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളവ എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഈ മർമ്മമഗതിയ ബാബിലോണിനെ ദൈവം 1 മണിക്കൂർ കൊണ്ട് അവിടെ ചുവന്നുകൊണ്ട് നിൽക്കുന്ന രാജാക്കന്മാരെ കൊണ്ട് തന്നെ എതിർക്രിസ്തുവിനെ കൊണ്ട് അവൻ്റെ സത്യശിക്ഷകളെ കൊണ്ട് ഇല്ലാതാക്കി കളയുകയാണ്. ഇന്ന് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് കൂട്ടത്തിൽ നിൽക്കുന്നവരൊക്കെ എപ്പോഴാണ് തിരിയുന്ന അറിയത്തില്ല. ഏത് രാഷ്ട്രം എങ്ങോട്ട് വേണം തിരിയാം. അപ്പോൾ അന്ന് ഇത് സംഭവിക്കും. അന്ന് എതിർക്രിസ്തു ചുവന്നുകൊണ്ട് നിൽക്കുന്ന ഈ മഹാവേശിയാകുന്ന മർമ്മമഗതിയ ബാബിലോൺ എന്ന ബിസിനസ് സാമ്രാജ്യത്തെ ഇല്ലാതാക്കി കളയുന്നത് 1 മണിക്കൂർ കൊണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, നശീകരണമാണ്. അപ്പോൾ വളരെ കഷ്ടം സഹിച്ചുണ്ടാക്കിയ എണ്ണപ്പാടങ്ങൾ, റിഫൈനറികൾ, മറ്റു സ്ഥലങ്ങളൊക്കെ നശിപ്പിക്കുകയാണ്. ഏകദേശം 39 ഇങ്ങനെയുള്ള എണ്ണപ്പാടങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ലോകത്തിൻ്റെ എണ്ണ ഉൽപാദനത്തിൽ ചില സമയങ്ങളെടുക്കും അത് റിപ്പയറൊക്കെ ചെയ്ത് പൂർണ്ണതയിലേക്ക് വരാൻ. ഇപ്പം 21 ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇന്ന് 23 ദിവസം കൊണ്ട് ഇത്രയേ സംഭവിച്ചുള്ളെങ്കിൽ അന്ന് 1 മണിക്കൂർ കൊണ്ട് എല്ലാം നശിപ്പിച്ച് കളയെന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം തീവ്രതയാണ്. ഇന്നിപ്പം 23 ദിവസമായി. ഇന്ന് സംയമനം പാലിക്കുന്നുണ്ട് കുറച്ചൊക്കെ. ഇപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങളെ ഞങ്ങളെ ഇരുട്ടിലാക്കിയാൽ ലോകം മുഴുവൻ ഞങ്ങൾ ഇരുട്ടിലാക്കുമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കാം. ഞാൻ പറഞ്ഞത് 1 മണിക്കൂർ കൊണ്ട് അന്ന് ഈ പറയുന്ന നഗരത്തെ, രാജ്യത്തെ ശൂന്യമാക്കി കളയും. അപ്പം അത് ദൈവത്താൽ സംഭവിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഈ ദൈവഭക്തന്മാരെ കൊന്നവരുടെ രക്തം തലയറുത്ത് അവരെ കൊന്നത് ശ്വാസം മുട്ടിച്ചല്ല കൊന്നത്. അന്ന് അവരെ കൊല്ലുന്നത്, ഞാൻ പറഞ്ഞല്ലോ എതിർത്ത് അല്ല അവരെ കൊല്ലുന്നത്. അവരെ കൊല്ലുന്നത്, തലയറുത്ത് കൊല്ലുന്നത് അവരുടെ രക്തം ഭൂമിയിൽ ഒഴുകപ്പെടണമെന്നുള്ളത് കണ്ടുകൊണ്ടാണ്. രക്തം ചിന്തിയാണ്. അപ്പോൾ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് പോലെ തന്നെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ, ലോകാവസാനത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോഴും ഇവിടെ കൂട്ടക്കൊലപാതകം നടക്കുകയാണ്. തല ഛേദിച്ച് കളയുന്ന ഒരു കൊലപാതക രീതിയാണ് ക്രിസ്തു അവലംബിക്കുന്നത്. അത് രക്തം മുഴുവനും ധാരധാരിയായി ഒഴുകി ഭൂമി രക്തം കുടിക്കണം എന്നുള്ളതാണ് ഇവിടെ അത് കണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയോ വിശുദ്ധന്മാരുടെ രക്തമാണ് ഒഴുകപ്പെടുന്നത്. അപ്പോൾ ഇത് മുഴുവനും ഒഴുകുന്നത് അത് കണ്ട്
സന്തോഷിച്ച ആർത്ത ഒരു സംസ്കാര ശൂന്യത ഉള്ള, ഒട്ടും സംസ്കാരമില്ലാത്ത, ഒട്ടും സഹതാപമില്ലാത്ത വലിയ ക്രൂരതയുടെ ആളുകൾ മുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം ആ സമയത്ത് ജീവൻ വെച്ചു കൊടുത്ത ആ പ്രിയപ്പെട്ടവരൊക്കെ വളരെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അവരോടൊപ്പം വലിയ പുരുഷാരം ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഹല്ലേലൂയ, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവർ പറയുകയാണ്, ന്യായവിധി നടത്തിയല്ലോ, ആദ്യം പറഞ്ഞു നിനക്ക് സകല മഹത്വവും സ്തുതിയും രക്ഷയെല്ലാം നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് പറയുക, ഭൂമിയിൽ അവളുടെ പുക പൊങ്ങുന്നു. പ്രതികാര ദിവസം കഴിഞ്ഞ് എൻ്റെ പുക പൊങ്ങിക്കൊണ്ടിരിക്കുക, അതിന് ദിവസം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 3.5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ഒന്നാമത്തെ പുനരുത്ഥാനം കഴിഞ്ഞ് സ്വർഗാസ്വർഗത്തിലെത്തി സേനാ ദിവസം അവസാനം എത്തുക. അപ്പോൾ ഭൂമിയിൽ ആ നടക്കുന്ന യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഇത് ക്രിസ്തുവും സൈന്യങ്ങളും കൂടി മർമ്മമേറിയ ബാബിലോണിനെ 1 മണിക്കൂർ നശിപ്പിച്ച് ചുട്ടുകളഞ്ഞതിൻ്റെ പുക പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർ സ്വർഗാസ്വർഗത്തിൽ നിന്ന് കണ്ടു. പറയുകയാണ്, അവളുടെ പുക എന്നേക്കും പൊങ്ങിക്കൊണ്ടിരിക്കുന്നു, അവളുടെ പുക എന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനിക്കുന്ന ദൈവത്തെ വീണ് നമസ്കരിച്ചു. ഈ മഹാപുരുഷാരം വിശുദ്ധന്മാരുടെ പദവിയിലുള്ളവരും പ്രവാചകന്മാരുടെ പദവിയിലുള്ളവരും ദൈവത്തെ മഹത്വപ്പെടുത്തി ന്യായവിധിയെക്കുറിച്ച് പറയുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട്, ഇവർ പറഞ്ഞത് ശരിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭയുടെ മണവാട്ടി സഭയും ദൈവത്തെ വീണ് നമസ്കരിക്കും. ആ സന്ദർഭത്തിൽ 3-ാമത്തെ സന്ദർഭത്തിലാണ് നമ്മൾ ആരൊക്കെയാണോ മണവാട്ടിയുടെ പദവിയിലെത്തുന്നവർ ഹല്ലേലൂയ എന്ന സ്വർഗത്തിൽ ആദ്യമായിട്ട് ഉച്ചരിക്കുന്നത്. മഹാപുരുഷാരം ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി അവര് മർമ്മമേറിയ ബാബിലോണിൽ ന്യായവിധിയെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് എങ്ങനെയെങ്കിലും ചെന്ന് അപ്പോൾ അവിടെ ചെന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ദൈവസന്നിധിയിൽ എല്ലാറ്റിനും ഓർഡറുണ്ട്, ക്രമമുണ്ട്. ചെല്ലുന്നവരെല്ലാം ചെന്ന് അവരുടെ ഇഷ്ടപ്രകാരം പറയല്ല, ഇതിനൊരു സിസ്റ്റമാറ്റിക് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നമ്മൾ എല്ലാം ചെയ്യണം, സാക്ഷ്യം പറയാൻ നമ്മൾ പാടുന്നു, അങ്ങനെയല്ലല്ലോ. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞതുപോലെ സ്വർഗീയ ഓർഡറുണ്ട്. ആ ഓർഡർ പ്രകാരമാണ് സംയുക്ത ആരാധന അവിടെ ഉദ്ധരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ സകല മനുഷ്യരിൽ നിന്നും സ്വർഗീയതയെ പ്രാപിക്കുന്ന എല്ലാവരും പിതാവാം ദൈവത്തിന് ഹല്ലേലൂയ എന്ന് പറയും. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇവിടെ നാം ഹല്ലേലൂയ പറഞ്ഞുകൊള്ളണം കേട്ടോ. ഇന്ന് ഒരുപക്ഷെ വിറയാർന്ന ശബ്ദത്തിലായിരിക്കാം നാം പറയുന്നത്. ഒരുപാട് ഭാരങ്ങൾ പിടിച്ചുകൊണ്ടായിരിക്കാം, ദുഃഖിച്ചുകൊണ്ടായിരിക്കാം, രോഗം അനുഭവിച്ചുകൊണ്ടായിരിക്കാം, നിരാശപ്പെട്ടുകൊണ്ടായിരിക്കാം, പ്രതീക്ഷയൊന്നും നടക്കപ്പെടാതെ ആയിരിക്കാം ഹല്ലേലൂയ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെട്ട് സന്തോഷത്തോടെ വലിയ ശബ്ദത്തോടെ ആരെയും നാം ഭയപ്പെടാതെ ദൈവത്തിന് സ്തോത്രവും ഹല്ലേലൂയയും അർപ്പിക്കുന്ന മകനീയ സമയം നമുക്ക് മുമ്പിലുണ്ട് എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. ഇവിടെ തടയട്ടെ, ഇവിടെ ഇല്ലാതാകട്ടെ, ഇവിടെ തല ഛേദിച്ച് കൊല്ലട്ടെ, പക്ഷേ അങ്ങനെ ഛേദിക്കപ്പെട്ടവരും അവർ ഉറക്കെ ഘോഷിക്കുക. അതുകൊണ്ട് കർത്താവിന് വേണ്ടി, യേശുവിന് വേണ്ടി നാം കഷ്ടം സഹിച്ചാൽ അതൊരിക്കലും നഷ്ടമാകില്ല, അത് നിത്യതയുടെ ലാഭമാകും എന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ 24 മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. തുടർന്ന് ഇവിടെ സംഭവിക്കുന്നത്, നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരും ചെറിയവരും വലിയവരുമായുള്ളവരെ അവരെ വാഴ്ത്തുവിനെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിലെ ഇടച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തും ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവാം ദൈവത്തെ നമസ്കരിക്കുന്നതോടുകൂടെ തന്നെ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് പറയുകയാണ്, അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുകയാണ്. അപ്പോൾ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുമ്പോൾ ആരെയാണ് വാഴ്ത്തുവാനായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നു. അപ്പോൾ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് പറയുമ്പോൾ അത്
പിതാവാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുമ്പോൾ ആ ആ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവനെ മഹത്വപ്പെടുത്തുവീൻ, അവനെ സ്തോത്രം, അവനെ പുകഴ്ത്തുവീൻ എന്ന് ഇവിടെ പറയാണ്. സകല ദാസന്മാരും ഭക്തന്മാരുമായ ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ പുറപ്പെട്ടു. ഇപ്പൊ സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് ഈ ശബ്ദം പുറപ്പെടുന്നതിനെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹല്ലേലൂയ എന്ന് 3 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ശേഷമായി 4-ാമത്തെ പ്രാവശ്യം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അത് പുത്രനാകുന്ന ക്രിസ്തുവിനെയാണ് അവിടെ ഹല്ലേലൂയ ഘോഷിക്കുന്നത്. അപ്പോൾ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവെന്ന് പറയുമ്പോൾ ക്രിസ്തുയേശു എന്ന ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റെടുക്കുന്ന മകനീയ സന്ദർഭത്തിലാണ് സ്വർഗത്തിൽ ഹല്ലേലൂയ എന്ന ശബ്ദം 4-ാമതായി ഘോഷിക്കപ്പെടുന്നത്. സേനാ ദിവസത്തിന്റെ അന്ത്യത്തിൽ ഘോഷിക്കപ്പെടുന്ന ഹല്ലേലൂയ എന്ന ശബ്ദത്തിന് 3 പ്രത്യേകതകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പിതാവാം ദൈവമാണ് ഈ പറയുന്ന ആജ്ഞ പുറപ്പെടുവിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിതാവിന് മഹത്വം കൊടുക്കുമ്പോൾ പിതാവാൻ ദൈവം തൻ്റെ പുത്രന് മഹത്വം കരയേറ്റുവാൻ സകല വിശുദ്ധന്മാരോടും അവിടെ കൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവീനെന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു എന്ന് പറയുന്നതാണ്. നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു എന്ന് പറയുന്ന ഈ സന്ദർഭത്തിലാണ് സംയുക്തമായിട്ട് എല്ലാവരും ദൈവത്തിന് മഹത്വം കരയേറ്റി കുഞ്ഞാടാം ദൈവത്തിന് ഹല്ലേലൂയ പറയുന്ന സന്ദർഭമാണ് 4-ാമത്തെ സന്ദർഭം. ആദ്യത്തെ 3 സന്ദർഭം പിതാവാം ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, പിതാവിന് പറയുന്നതും പുത്രന് പറയുന്നതും പരിശുദ്ധാത്മാവിന് പറയുന്നതും ഒന്ന് തന്നെയാണ്. എങ്കിലും കുഞ്ഞാടിനെ വെളിപ്പെടുത്തുകയാണ്. ഇതിനെല്ലാം കാരണമായി തീർന്നത് സ്വർഗത്തിൽ ഇങ്ങനെ ഒരു ഹല്ലേലൂയ ഘോഷമുയരാൻ കാരണമായി തീർന്നത് മറ്റാരും മുഖാന്തരമല്ല, പിതാവിൻ്റെ ഇഷ്ടത്താൽ കുഞ്ഞാട് അർക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ അവൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയവരാണ് ഈ കാണുന്ന സകല പുരുഷാരം എന്നുള്ളത്. അത് പരിശുദ്ധാത്മാവിനാൽ പണിയപ്പെട്ട് എടുക്കപ്പെട്ട ആ പണി പൂർത്തീകരിക്കപ്പെട്ടവരെയാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞാട് സകല സ്വത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാകുന്നു എന്നുള്ളത് ഇവിടെ പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വ്യാഖ്യാനിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ പ്രത്യേകം ഓർപ്പിക്കാം. അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവിടെ എത്തിച്ചേർന്ന വിശുദ്ധന്മാരിൽ എല്ലാവരും ഒരേ പദവിയിൽ ഉള്ളവരല്ല എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ദൈവത്തിൻ്റെ ദാസന്മാരും വലിയവരും സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവര്. അപ്പോൾ ആരാണ് ചെറിയവരും വലിയവരും? ഭക്തന്മാർ, അഥവാ അന്ന് അവിടെ ദൈവത്തെ ഘോഷിക്കുന്ന ആ സമൂഹത്തെ നോക്കിക്കൊണ്ട് പിതാവാൻ ദൈവം പറയുകയാണ് ചെറിയവരും വലിയവരുമായിട്ടുള്ളവരെ അവനെ വാഴ്ത്തുവിനെന്ന് പറയുകയാണ്. അവനെ വാഴ്ത്തുവിനെന്ന് പറയുന്ന ശബ്ദം സമാധാനം. അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്നാണ്. അപ്പം മഹാപുരുഷാരമാകുന്ന സകലദാസന്മാരിലും ഉൾപ്പെടുന്നത് പ്രവാചകന്മാരും വിശുദ്ധന്മാരുമാകുന്നു. അതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പോൾ അവര് ആരാധിക്കുന്നതിൽ 24 പോപ്പന്മാരും 4 ജീവികൾ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ഭക്തന്മാരിൽ ചെറിയവരും വലിയവരുമുണ്ട്. ചെറിയവരും വലിയവരുമുണ്ട്. അപ്പം പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ നമുക്ക് രണ്ടായിട്ട് വെളിപ്പെടുത്തുമ്പോൾ അവര് വിശുദ്ധന്മാർ കടത്തിപ്പെടുന്നതാണെങ്കിലും പഴയ നിയമ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവർ നക്ഷത്ര തേജസ്സുള്ളവരാണെങ്കിൽ
അതിൽ നിന്ന് വ്യത്യസ്തതയുള്ളവരാണ് 144,000 പേര്. അപ്പോൾ അവരെ വ്യത്യസ്തമായിരിക്കുന്ന വലിപ്പച്ചെറുപ്പം അവരുടെ തേജസ്സിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ചെറിയവരും വലിയവരുമായവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നക്ഷത്രദേശാണെങ്കിലും നക്ഷത്രദേശത്തെ വ്യത്യസ്തത ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവരെ ചെറിയവരും വലിയവരും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വലിപ്പച്ചെറുപ്പമുണ്ട്. എന്നാൽ പ്രവാചകന്മാരുള്ള ബന്ധത്തിൽ കന്യകമാരുടെ നിലവാരത്തെത്തുന്നവർക്ക് അവർക്ക് ചന്ദ്രദേശ് ലഭിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് വലിപ്പച്ചെറുപ്പമില്ല. നിർമ്മല കന്യകയുടെ പദവിത്വ മണവാട്ടിയിൽ വലിപ്പച്ചെറുപ്പമില്ല. എല്ലാവരും ഒരേ കാറ്റഗറിയിൽ ഒരേ പദവിയിലുള്ളവരാണ്. തോഴിമാരുടെ ഗണത്തിൽപ്പെടുന്നവർക്കും ഒരേ നിലവാരത്തിലാണ് ചന്ദ്രദേശാണുള്ളത്. എന്നാൽ വലിപ്പച്ചെറുപ്പമുള്ളത് വിശുദ്ധന്മാരായിരിക്കുന്ന പഴയ വിശുദ്ധന്മാരിൽ അതിൽ നക്ഷത്രദേശിൽ ഉള്ളവരും നക്ഷത്രത്തിൽ വ്യത്യസ്തമുള്ളവരുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ചെറിയവരും വലിയവരും എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധന്മാർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ എന്ന 3 പദവിയിലുള്ളവരാണ് സ്വർഗാസ്വർഗത്തിൽ എത്തിച്ചേർന്ന വിശുദ്ധന്മാർ. അല്ല, അപ്പോസ്തലന്മാർ എന്നുള്ളത് പുത്രത്വം പ്രാപിച്ച നിർമ്മല കന്യകയുടെ പദവിയുള്ള കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. അവരിൽ വലിപ്പച്ചെറുപ്പമില്ല. എല്ലാവർക്കും ലഭിക്കുന്നത് സൂര്യതേജസ്സാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. പത്രോസിനും പൗലോസിനും ദൈവകൃപയാൽ നമ്മളും ആ പദവിയിലെത്തിയാൽ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നത് വലിപ്പച്ചെറുപ്പമില്ലാതെ സൂര്യതേജസ്സായിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു സംശയം നിങ്ങൾക്ക് ചോദിക്കൊണ്ടാകാം, നമ്മളെക്കാൾ അധികമായി കഷ്ടപ്പെട്ടതല്ലേ പൗലോസൊക്കെ? അതെ, നിശ്ചയമായിട്ടുള്ളത്. പൗലോസിന്റെ പേര് പോലും പറയാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, കാരണം അദ്ദേഹം കഷ്ടപ്പെട്ടത്ര വലുതാണ്. എന്നാൽ നമുക്ക് അതേ പദവി തന്നെ ഒരു വ്യത്യാസമില്ലാതെ ലഭിക്കുമെന്ന് എങ്ങനെ പഠിപ്പിക്കും എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് ഒരു ഉപമ പറഞ്ഞായിരുന്നു. ഒരുവനെ വേലയ്ക്ക് വേണ്ടി കൂലിക്ക് വേണ്ടി അയക്കാൻ നേരത്ത് നിന്ന് എല്ലാവരോടും പറഞ്ഞു ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ 1-ാം മണി നേരത്തും 2-ാം മണി നേരത്തും 3-ാം മണി നേരത്തും അങ്ങനെ പല സമയങ്ങളിൽ പോയി. അപ്പം കൂലി കൊടുക്കുന്നതിന് മുമ്പ് 1 മണിക്ക് മുമ്പ് പോയവരുണ്ടായിരുന്നു. കൂലി കൊടുക്കാൻ സമയത്ത് വന്നപ്പോൾ എല്ലാവർക്കും പറഞ്ഞു ഒത്തിരുന്ന ഓരോ വെള്ളി കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പിൽ പോയ ആദ്യം രാവിലെ മുതൽ കഷ്ടപ്പെട്ട എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ലഭിക്കും. ആദ്യം കൊടുത്തത് അവസാനം ചെന്നവരാണ് കൊടുത്തത്. അവർക്ക് ഒരു കാശ് കൊടുത്തപ്പോൾ എന്തായാലും നമ്മൾ വിചാരിക്കുമല്ലോ, അങ്ങനെയല്ലേ, പറഞ്ഞൊത്തതാ ഒരു കാശ്. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല. നീ വിശ്വാസത്തിൽ തികവായി ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം വിശ്വാസം നിന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ദൈവത്തിന് അക്ഷയമായി സ്നേഹിച്ചാൽ ദൈവം എല്ലാവർക്കും തരുന്ന ഒരുപോലുള്ള പദവിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കഷ്ടപ്പെടുകയും ഞങ്ങൾ ഈ വെയിൽ മുഴുവൻ കൊണ്ടല്ലോ, കർത്താവ് പറഞ്ഞു, എനിക്കുള്ളതെന്ന് കൊടുക്കാൻ എനിക്ക് അധികാരമില്ലേ, ഞാനത് കൊടുക്കുന്നത് എല്ലാവർക്കും കൊടുത്ത് ഞാൻ മുമ്പിലുള്ള അത് പെമ്പന്മാരെന്നുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിന് അങ്ങനെ ഒരു ഇവര് വാസ്തവം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ എന്തുകൊണ്ട് കർത്താവ് കൊടുത്തെന്ന് ചോദിച്ചാൽ ഇവര് ജോലി ചെയ്ത് കൂടുതൽ മണിക്കൂർ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അവരോട് പറഞ്ഞു തരുന്ന ഒരു കൂലിയാണ്. നമ്മളോടും പറയുന്നത്, നീ തികവ് പ്രാപിച്ചാൽ മരണപര്യന്തം വിശ്വസ്തനായിരുന്ന ജീവിതം പ്രാപിക്കാം, കുഞ്ഞാടിനെ മണവാട്ടിയാക്കാമെന്നാണ്. അത് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. പൗലോസിനോട് പറഞ്ഞതും പത്രോസിനോട് പറഞ്ഞതും എബ്രഹാമിനോട് പറഞ്ഞതും ഇവിടെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരോടും ദൈവം പറഞ്ഞു തന്നിരിക്കുന്നത്, നീ തികവുള്ള വിശ്വാസിയായി നിൽക്കാമെങ്കിൽ നിശ്ചയമായിട്ടും നിനക്ക് മണവാട്ടി പദവിയിലെത്താം. എന്നെ അക്ഷയമായി സ്നേഹിച്ചാൽ, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങൾ നീ പൂർത്തീകരിച്ചാൽ നിന്നെ ഞാൻ മണവാട്ടിയാക്കാം. പൗലോസിന് ദർശനം കൊടുത്ത് പറഞ്ഞ് ഞാൻ നിന്നെ ഉപയോഗിക്കും, ലോകത്തിൽ ഉപയോഗിക്കാമോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവം ഉപയോഗിക്കും. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടുള്ള ദൈവം ഉപയോഗിക്കുന്നത്. അത് എത്ര മണിക്കൂർ ഒരാളെ ഉപയോഗിക്കണം എന്നുള്ള ദൈവം ആ തീരുമാനമെടുക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എത്ര നാൾ വിശ്വാസത്തിൽ വന്നെന്നുള്ളതോ എന്ത് ചെയ്തെന്നോ എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ചുരുങ്ങിയ സമയമാണെങ്കിലും വിശ്വസ്തയോടെ ആ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസ്തത പൂർത്തീകരിക്കാമെന്ന് കഥ പറഞ്ഞിരിക്കുന്നത്, നിനക്കെൻ്റെ മണവാട്ടിയാക്കാമെന്നാണ്. രാത്രി അതുകൊണ്ട് അലംഭാവമൊന്നും കാണിക്കാതെ
എന്ന് പറഞ്ഞാൽ അലസത കാണിക്കാതെ നാം വളരെ ശുഷ്കാന്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. എനിക്കത് ലഭിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടല്ല. കർത്താവ് പറഞ്ഞു വലിപ്പ ചെറുപ്പമില്ല. അപ്പം അതുകൊണ്ട് 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസി വന്ന തെളിവ് പ്രാപിച്ചവരും ഈ കർത്താവ് വരവിന് മുമ്പ് തെളിവ് പ്രാപിക്കുന്ന വിശ്വാസികളും തമ്മിൽ വലിപ്പ ചെറുപ്പമില്ല, സൂര്യതേജസ്സാണുള്ളത്. പ്രത്യേകം അവർക്കൊന്നും കൊടുക്കാനില്ല. കുഞ്ഞാടിനെ ലഭിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടൊരു പ്രതിഫലവുമില്ല. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ മണവാട്ടിയാ തീർന്നു കഴിഞ്ഞാൽ, ആ വലിയ മഹാഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറമായിട്ടൊരു കിരീടവുമില്ല, അതിനപ്പുറമായിട്ടൊരു വാക്തത്വമില്ല, അതിനപ്പുറമായിട്ടൊരു പ്രതിഫലമില്ല. നമുക്ക് പ്രതിഫലമല്ല നൽകുന്നത്, ദൈവം അവകാശമായി തൻ്റെ പുത്രനെ ജീവന്റെ ഉറവയെ നമുക്ക് നൽകുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തൊന്നും എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല, ഞാൻ പൗലോസിനെ പോലൊന്നും ചെയ്തില്ല, 10 വർഷം പോലൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥന, കർത്താവേ അങ്ങയുടെ കൃപയുടെ ബന്ധത്തിൽ എന്നെ കൂടി ഓർക്കണമേ. എനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്ന പദവി എനിക്ക് കൂടി അങ്ങേക്ക് നൽകുവാൻ കഴിയും. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ എനിക്കും എൻ്റെ കുടുംബത്തിൻ്റെ പ്രിയപ്പെട്ടവരെയും ആ പദവിയിൽ എത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇതുകൊണ്ടല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവമാണ് അതിനെ കണക്ക് കൂട്ടുന്നത്. നാം എങ്ങനെ ആത്മാർത്ഥതയോടെയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് യേശുവിനെ സ്നേഹിക്കുന്നത്, നമ്മുടെ ഭൗതിക കാര്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയാണോ നാം യേശുവിനെ സ്നേഹിക്കുന്നത് എന്നുള്ളത് രാത്രി ചിന്തിച്ചതല്ല. നമ്മുടെ ലക്ഷ്യം കർത്താവിന്റെ വരവിന് വേണ്ടി അവന്റെ മണവാട്ടിയായി ഈ പറഞ്ഞിരിക്കുന്ന സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള താല്പര്യത്തോടെയാണെങ്കിൽ വലിപ്പ ചെറുപ്പമില്ലാതെ കർത്താവ് എല്ലാവർക്കും സൂര്യതേജസ് നൽകും. അതിൽ നാം അംഗങ്ങളായി തീരുവാനുള്ള ഭാഗ്യമുണ്ട്. രണ്ടാമത് വഹിക്കുന്ന പ്രവാചകന്മാരുള്ള ബന്ധത്തിലും പുതിയ നിയമസഭയുടെ സഹോദര പദവിയിലെത്തുന്നവർ വലിപ്പ ചെറുപ്പമില്ല. അതിൻ്റെ അകത്ത് വലിപ്പ ചെറുപ്പമില്ല, അവർ ചന്ദ്രദേശപ്രായപ്പാടുള്ളവരാണ്. വലിപ്പ ചെറുപ്പമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ ബന്ധത്തിൽ ചെറിയനും വലിയവരുമുണ്ട്. അപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരിൽ ഒരു കൂട്ടർക്ക് നക്ഷത്ര തേജസ്സാ ലഭിക്കുന്നെങ്കിൽ, പഴയ നിയമത്തിൽ ശ്രേഷ്ഠന്മാരായിക്ക് അവർക്ക് നക്ഷത്ര തേജസ്സാ ലഭിക്കുന്നെങ്കിൽ, രക്തസാക്ഷികളാകുന്ന 144,000 ലഭിക്കുന്നത് നക്ഷത്രത്തിൽ വ്യത്യസ്തതയുള്ളതാണ്. അപ്പോൾ ഓരോരുത്തരെയും വിന്യസിപ്പിച്ചിരിക്കുന്ന നിലവാരം കൂടി നോക്കുമ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മണവാട്ടി സഭ സൂര്യതേജസ്സുള്ള മന്ദിരമാണ്. ക്രിസ്തുവിനോടുകൂടെ അടിസ്ഥാനക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടും. നഗരത്തോടുകൂടെ ബന്ധപ്പെടുന്ന ചന്ദ്രതേജസ്സുള്ളവരാണ്. മതിലിനോടുള്ള ബന്ധത്തിൽ പഴയ ശ്രേഷ്ഠന്മാർ നക്ഷത്ര തേജസ്സുള്ളവരാകുമ്പോൾ, ഗോപുരങ്ങളോടുള്ള ബന്ധത്തിൽ നക്ഷത്ര തേജസ് വ്യത്യസ്തയുള്ളവർ കാണപ്പെടും. അവരാണ് സ്വർഗീയ തേജസ്സുള്ള ബന്ധത്തിൽ പുതിയ യേശുവിൻ്റെ ഭാഗമായിത്തീരുന്നവർ. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നാം ഈ വലിയ കൃപയ്ക്കുള്ളിലേക്ക് വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. അപ്പോൾ ഇവിടെ ഈ പദവിയൊക്കെ ഉള്ളത് വെളിപ്പെടുത്തുമ്പോൾ, അന്ന് സ്വർഗീയ രാജ്യത്വം സ്വർഗത്തിൽ വെച്ച് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ പുത്രനെ വാഴിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്നുള്ളത് 19-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുമ്പോൾ രാജ്യത്വ സംബന്ധമായിട്ട് 3 സന്ദർഭങ്ങൾ ഇതിനോട് ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്, കഥാന്റെ മധ്യാകാശ പ്രത്യക്ഷതയിൽ മണവാട്ടി സഭ എടുക്കപ്പെടുന്നതോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയ 1-ാമത്തെ പരാമർശം ഇങ്ങനെയാണ്, ആ സന്ദർഭ സ്വർഗ്ഗത്തിൽ പറയപ്പെടുന്ന മഹാശബ്ദമാണ്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്ന പരാമർശം 12:10 തുടങ്ങിയിരിക്കുന്നു. അഥവാ സ്വർഗാസ്വർഗത്തിലേക്ക് എത്തിച്ചാലുള്ള വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടാനുള്ളവർ, അഥവാ സ്വർഗത്തിൽ പിതാവാന്ത എന്നതിൻ്റെ പുത്രനെ രാജാവായിട്ട് വാഴിക്കുവാൻ വേണ്ടിയുള്ള സന്ദർഭത്തിൽ എത്തിച്ചേരേണ്ട അവരുടെ മണവാട്ടിയിൽ സഭയിലുള്ളവർ അവിടെ എത്തിച്ചേർന്ന് അതോട് പറയുകയാണ്, തുടങ്ങിയിരിക്കുന്നു, ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന 12-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. 11-ാം അധ്യായം 15-ാം വാക്യത്തിൽ ദൈവം പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാരോട് അറിയിച്ചിരിക്കുന്ന ദൈവത്തിന് മർമ്മമാകുന്നു ദൈവരാജ്യമുള്ളത്, അത് പൂർത്തീകരിക്കപ്പെടുന്നുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ള 11-ാമത്തെ 5-ാം വാക്യം. അപ്പോൾ
അത് ആയിത്തീർന്നിരിക്കുന്നു. 14 5 വാക്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. 14 5 7 ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്ത് നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അപ്പോൾ മധ്യാകാശ പ്രത്യക്ഷതയിൽ അത് തുടക്കം കുറിക്കുകയാണ്, തുടങ്ങിയിരിക്കുന്നു. ആയിത്തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത് അതിൻ്റെ 3 ആയിത്തീർന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് 7-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് പറഞ്ഞിരിക്കുന്നത് 19 6 വാക്യമാണ്. ഇപ്പൊ ഇവിടെ ആയിത്തീർന്നിരിക്കുന്നു പറയുമ്പോൾ ദൈവപ്രവാചകന്മാരായിരിക്കുന്ന തൻ്റെ ദാസന്മാരായിരിക്കുന്ന ദൈവത്തിന്റെ മർമ്മം, ദൈവരാജ്യം അത് പൂർത്തീകരിക്കപ്പെടുന്നു, അത് ഭൂമിയിൽ സ്ഥാപിതമാകുന്നുള്ള ബന്ധത്തിലാണ് പുതിയ ശിശുവിൽ ഉൾപ്പെടുവാനുള്ള വിശുദ്ധന്മാർ അവശേഷിച്ചിരിക്കുന്ന രക്തസാക്ഷി പുനരുത്ഥാനം സേനാദിവസം ആരംഭത്തിന് ഇടപെടുന്നത്. അന്ന് നടക്കുന്ന 1-ാമത്തെ പുനരുത്ഥാനത്തിൽ ദൈവതേജസ് പ്രാപിച്ച് സ്വർഗാസുഖത്തിൽ അവർ കൂടി എത്തിച്ചേരുന്നതോടെ പുതിയ ശിശുവിൽ ഉൾപ്പെടുവാനുള്ള സർവ്വവിശുദ്ധന്മാർ അവിടെ എത്തിച്ചേരുകയും. അപ്പോൾ ആയിത്തീർന്നിരിക്കുന്നു പറയുമ്പോൾ 7-ാമത്തെ ദൂതൻ കാഹളമൂന്ന കാലത്തോടു കൂടി 1-ാമത്തെ പുനരുത്ഥാനത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട് അവിടെ എത്തിച്ചേരേണ്ട സകല വിശുദ്ധന്മാർ എത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് ഇവിടെ ആയിത്തീർന്നിരിക്കുന്നു എന്ന് 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. 19-ാം അധ്യായം 6-ാം വാക്യത്തിലാണ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ ചിന്തിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന സർവ്വവിശുദ്ധന്മാരുടെ സാന്നിധ്യത്തിൽ സേനാ ദിവസത്തിന്റെ അവസാനത്തെങ്കിൽ പിതാവാം ദൈവം പുത്രനാം ദൈവത്തെ സ്വർഗീയ സിയോൻ മലയിൽ രാജാവായി വാഴിക്കുന്ന സന്ദർഭത്തിൽ സ്വർഗത്തിലുണ്ടാകുന്ന മഹാഘോഷമാണ് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു എന്നുള്ളത്. രാത്രിയിൽ ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ അതിൻ്റെ മാർമികമായിരിക്കുന്ന അക്ഷരികമായിട്ടുള്ള സംഭവം നടക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ, അവിടെ എത്തിച്ചേർന്ന വിശുദ്ധന്മാർ അതതിൻ്റെ സമയത്ത് ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ മണവാട്ടി സഭയും ഹല്ലേലൂയ എന്ന് പറയും. അവസാനമായി കുഞ്ഞാടാം ദൈവത്തെ ചെറിയൊരു വലിയവരുമായിട്ടുള്ള മഹത്വപ്പെടുത്തി എന്ന് പറയുമ്പോൾ അവര് മഹത്വപ്പെടുത്തി കുഞ്ഞാടിൻ്റെ ആ രാജ്യത്വത്തെ അവര് ഉറക്കെ ഘോഷിക്കുകയാണ്. നമ്മുടെ ദൈവമായ കർത്താവ് ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. ഈ സന്ദേശം ഇന്ന് രാത്രി ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ 4 സന്ദർഭങ്ങളിലായി ഹല്ലേലൂയ പറയുന്നതിനെക്കുറിച്ചും സംയുക്തമായിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആരാധനയെക്കുറിച്ചും നാം ചിന്തിപ്പാനിടയായി തീർന്നു. അപ്പോൾ കുഞ്ഞാടാം ക്രിസ്തു രാജ്യത്വം ഏറ്റെടുക്കുന്ന സമയത്ത് അവിടെ എത്തിച്ചേരുന്ന, അവിടെ ഉണ്ടായിരിക്കുന്ന സർവവിശുദ്ധന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതെ, ആ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ സിംഹാസനത്തിൽ പിതാവാൻ ദൈവമുണ്ട്, പുത്രനാണ് യേശു ക്രിസ്തുവുണ്ട്, പരിശുദ്ധാത്മാവെന്ന ദൈവമുണ്ട്. ഈ 3 ദൈവിക തൃത്വങ്ങളുടെ ബന്ധത്തിൽ മണവാട്ടി സഭയെ കുറിക്കുന്ന നിർമ്മല കന്യക അവിടെയുണ്ട്. 24 മൂപ്പന്മാരും 4 ജീവികളുടെ ബന്ധത്തിൽ 7 ദൈവങ്ങളുടെ ബന്ധത്തിൽ അവരുണ്ട്. അതുപോലെ തന്നെ അന്ന് എത്തിച്ചേരുന്നവരിൽ കന്യകമാരുടെ പദവിയിൽ എത്തിച്ചേരുന്നവരവിടെയുണ്ട്. പ്രവാചകന്മാരുടെ ബന്ധത്തിൽ അവരവിടെ എത്തി അവിടെയുണ്ട്. ചന്ദ്രദേശമുള്ളവരാണ്. നക്ഷത്രദേശമുള്ള ബന്ധത്തിൽ പഴയ ശ്രേഷ്ഠന്മാരായിട്ടുള്ളവരുണ്ട്. നക്ഷത്രദേശത്തിന് വ്യത്യസ്ത ഉള്ള തേജസ്സോടുകൂടി ഇസ്രായേലിൻ്റെ 144,000 അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വർഗാസ്വർഗത്തിലെ സകല ദൂതഗണങ്ങളും അവിടെ ഉണ്ടായിരിക്കും. ഇത്രയും ഈ സന്ദർഭത്തിലാണ് പിതാവാൻ ദൈവം തൻ്റെ പുത്രനെ രാജ്യത്വം ഏൽപ്പിക്കുന്നത്. അതോടുകൂടി എതിർക്രിസ്തുവിന്റെ ഭരണം പൂർത്തീകരിക്കപ്പെടുകയും യേശു കർത്താവ് ലോകരാജ്യത്വം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊക്കെ ഇവിടെ വോട്ട് ചെയ്ത് ഓരോ മന്ത്രിസഭകളെ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ 5 വർഷം കഴിയുമ്പോൾ നിന്ന് പോകുന്നതാണ്. എന്നാൽ നമ്മുടെ കർത്താവ് നിത്യരാജ്യത്വം ഉള്ളവനാണ്. അവനത് പരസ്യമായിട്ട് സ്വർഗാസ്വർഗത്തിൽ വെച്ച് രാജ്യത്വം ഏറ്റെടുത്ത് ലോകത്തിൽ മഹാരാജാവായി വരുമ്പോൾ അവനെ അന്ന് അവൻ രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ അവൻ്റെ മണവാട്ടിയായി തീരുവാൻ ഭാഗ്യം ലഭിക്കുന്ന, മഹാരാജ്ഞിയായി തീരാൻ ഭാഗ്യം ലഭിക്കുന്ന ദൈവമക്കൾ അന്ന് സ്വർഗാസ്വർഗത്തിലുണ്ടായിരിക്കും. അവരുമായിട്ടുള്ള സ്വർഗീയ വേളിയാണ് കല്യാണ ദിവസം നടക്കാൻ പോകുന്നത്. സേനാ ദിവസത്തിൻ്റെ അവസാനത്തെങ്കിൽ കുഞ്ഞാടാൻ ദൈവം രാജ്യത്വം ഏറ്റെടുക്കും. അവൻ രാജാവായി തീരുമ്പോൾ തുടർന്ന് ഉള്ള ദിവസം കല്യാണ നാളാണ്. കല്യാണ നാളിനെ കുറിച്ചാണ് ദൈവസഭയുടെ ആഗ്രഹവും പ്രത്യാശയുമായിരിക്കുന്നത്. നാം ആഗ്രഹിക്കുന്ന കല്യാണ നാളിൽ കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി തീരുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചവരെ കുറിച്ച്, കല്യാണ ദിവസത്തെക്കുറിച്ച് നാളെ നമുക്ക് ചിന്തിക്കാം. ഇന്ന് രാത്രി നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
എത്ര ശ്രേഷ്ഠകരമായ ഒരു പദവിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നാം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് വെറുതെയല്ല. നാം കണ്ണുകളടച്ച് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നാം കണ്ണു തുറന്ന് സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സോടുകൂടി നമ്മുടെ പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെ അവിടെ കാണും. അനേക കോടി വിശുദ്ധന്മാരുടെ മധ്യത്തിൽ ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് ഹല്ലേലൂയ ഗീതം പാടുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യമൊരുക്കട്ടെ. ഇവിടെ പറയുന്ന സ്തുതിസ്തോത്ര യാഗങ്ങൾ അതിൻ്റെ ആഴത്തിലെത്തി എന്നേക്കുമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മകനീയ സംയുക്ത ആരാധനയാണ് സേനാ ദിവസത്തിൽ കർത്താവ് രാജ്യത്തെ ഏറ്റെടുക്കുന്നത്. രാത്രിയിൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ പദവിയിലേക്ക് എത്തണം, വല്ലവിധേനയും എങ്ങനെയും എനിക്ക് അവൻ്റെ മണവാട്ടിയായി തീരണം. എൻ്റെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമാണ് കുഞ്ഞാടൻ്റെ കല്യാണ നാളിൽ അവൻ്റെ കാന്തയായി തീരുവാൻ എന്നെ കൂടി ഒരുക്കണമേ പരിശുദ്ധാത്മാവേ എന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.